السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فليضحكوا قليلا وليبكوا كثيرا جزاء بما كانوا يكسبون. صدق الله مولانا العظيم. وقال نبينا محمد صلى الله عليه وسلم: لا تمار أخاك ولا تمازحه ولا تعده موعدة فتخلفه. صدق رسولنا صلى الله عليه وسلم. ബഹുമാനാദരങ്ങൾ നിറഞ്ഞ സാദാത്യങ്ങളെ, ഉലമാക്കളെ, നേതാക്കളെ, പ്രവർത്തകരെ, പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, അൽഹംദുലില്ലാ ബുശ്റാക്കുമുൽ യൗം എന്നതിന്റെ തുടർച്ചയായി ഇന്നത്തെ ക്ലാസ് ഈ ബുശ്റാക്കുമുൽ യൗമിന്റെ ഒരു സെഷനിൽ കൂടി പങ്കെടുക്കാൻ സർവശക്തനായ റബ്ബ് തൗഫീഖ് ചെയ്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും പിരിയലും പറയലും കേൾക്കലും ഒക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. വളരെ ഗൗരവമുള്ള നല്ല ഒരു പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളൊക്കെ പ്രസിദ്ധ വാഗ്മിയായ നൗഷാദ് വാഖവിയുടെ മനസ്സിൽ തട്ടുന്ന ചില വിഷയങ്ങളെ കുറിച്ചൊക്കെയുള്ള പ്രഭാഷണം കേട്ട് അത് അതിനൊരു ഇടവേള നൽകിക്കൊണ്ടാണ് നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. ഇന്ന് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഒട്ടും ഗൗരവമില്ലാത്ത ഒരു വിഷയമാണ്. നമ്മള് ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഹ്വൻ വലഇബൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാതുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ജീവിതത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഹ്വൻ വലഇബൻ വസീനത്തുൻ വതഫാഖുറുൻ. ഭൗതിക ജീവിതം എന്ന് പറയുന്നത് കുറെ കളിയും തമാശയും കുറെ മേനി നടിക്കലും കുറെ അലങ്കാരങ്ങളും ഒക്കെയാണ് എന്ന് ദുനിയാവിന്റെ പൊലിമയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഭൗതികമായ നമ്മുടെ ചുറ്റുപാടുകൾ സ്വാഭാവികമായും തമാശയും ഫലിതവും നർമ്മവും ഒക്കെയായി വളരെയധികം സമ്മിശ്രമായ കലർന്ന ഒന്നാണ്. കോമഡിയും വിറ്റുകളും അതുപോലെ തന്നെ തമാശകളും ഒക്കെ പരസ്പരം ഷെയർ ചെയ്ത് സമയം കൊല്ലുന്ന ഒരു ലോകത്താണ് വിശിഷ്യ ഇന്റർനെറ്റിന്റെ ഒക്കെ അടിമകളായ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നർമ്മവുമായി ബന്ധപ്പെട്ട, ഫലിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തമാശയുമായി ബന്ധപ്പെട്ട ഹദീസുകളെ അല്ലെങ്കിൽ മറ്റു ചരിത്ര സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഫലിതം അല്ലെങ്കിൽ നർമ്മം എന്നതാണ് ഇന്നത്തെ വിഷയം. ഇൻഷാ അല്ലാഹ് ഈ വിഷയവുമായി നമ്മുടെ ഒക്കെ അറിവിലുള്ള പല വിഷയങ്ങളും ഒന്നിച്ച് ഇരുന്നൊരു ഒരു ഹെഡിങ്ങിന് കീഴിൽ ചർച്ച ചെയ്യുന്നതെന്ന് മാത്രം. നമ്മൾക്ക് ഒന്നുകൂടി ഗൗരവമുള്ള ജീവിതത്തിന്റെ വശത്തേക്ക് നമ്മുടെ ചിന്തയെ ഉണർത്താനും അതേസമയം തന്നെ നമ്മുടെയൊക്കെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അല്പം സമയം റിലാക്സ് ചെയ്ത് കുടുംബത്തോടും സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും ഒക്കെ തമാശയും ഒക്കെയായി ജീവിക്കേണ്ടതിന്റെ ഒക്കെ ആവശ്യകതയെ കുറിച്ച് പറയാനാണ് ഇൻഷാ അല്ലാഹ് ഈ വിഷയം തെരഞ്ഞെടുത്തത്. അപ്പൊ അതുകൊണ്ട് എവിടെയൊക്കെ ഫലിതമാവാം, ഏതെല്ലാം ലിമിറ്റിൽ നമുക്ക് തമാശ പറയാം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അതിന് തെളിവുകൾ, സഹാബത്തിന്റെ ജീവിതത്തിൽ നിന്ന്, താബിഈങ്ങളുടെ ജീവിതത്തിൽ നിന്നൊക്കെ അതിന് വേണ്ട ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ക്ലാസ്സിലൂടെ അടുത്തറിയാം. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചതുപോലെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും കളിയും തമാശയും പരസ്പരം മേനി നടിക്കലും അല്ലെങ്കിൽ നമ്മുടെ അലങ്കാരങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കലൊക്കെയാണ്. അതേസമയം ജീവിതത്തിന്റെ ഭാഗമായ ചില നർമ്മവും തമാശയും ഒക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമാണ്. ആദ്യം നമുക്ക് മോശമായ രീതിയിലേക്ക് എപ്പോഴാണ് നർമ്മം വളരുന്നത്, ആ രീതിയിലേക്ക് നർമ്മം വളരുമ്പോൾ അതിന്റെ മാനം എന്താണ് എന്ന് വിശുദ്ധ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാം. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം എപ്പോഴും ഗൗരവമുള്ളവനായിരിക്കണമെന്നാണ്. ഗൗരവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മാർഗത്തെക്കുറിച്ചും ഒക്കെ ഗൗരവമായി ഉണർന്ന മനസ്സുമായി ജീവിക്കുന്നവനാണ് എന്നർത്ഥം. അപ്പോ ലാ തുമാരി അഖാക വലാ തുമാസിഹു വലാ തഈദുഹു മൗഇദതൻ ഫതുഖ്ലിഫഹു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തുമാരി അഖാക, നിന്റെ സഹോദരനോട് നീ തർക്കിക്കരുത്, വലാ തുമാസിഹു, നീ അവനോട് പരിധി വിട്ട് അവനെ നീ തമാശയാക്കരുത്, വലാ തഇദുഹു മൗഇദതൻ, നീ അവനൊരു വാക്ക് കൊടുക്കരുത്, ഫതുഖ്ലിഫഹു, എന്നിട്ട് നീ അത് ലംഘിക്കുകയും ചെയ്യരുത്. വ്യക്തിബന്ധവും കൂട്ടുകെട്ടുമൊക്കെ സുദൃഢമാവാനും അതിന് വിള്ളലേൽക്കാതെ എന്നെന്നും നിലനിൽക്കാനും ആവശ്യമായ ചില സാമൂഹികമായ അല്ലെങ്കിൽ വ്യക്തിപരമായ മര്യാദകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ലാ തുമാരി അഖാക, നീ നിന്റെ സഹോദരനോട് തർക്കിക്കരുത്. തർക്കം എന്ന് പറയുന്നത് ചില ആളുകളുടെ ജന്മസിദ്ധമായ അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലിയുമായി വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. ചില ആളുകൾക്ക് തർക്കിച്ചേ മതിയാവും. ശബ്ദം ക്ലിയർ ഇല്ല എന്ന് എഴുതി കാണുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് അറിയില്ല, എനിക്ക് ഇവിടെ നിന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ക്ലിയർ ആണോ? ക്ലിയർ ഉണ്ട്, ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തുമാരി അഖാക, നിന്റെ സഹോദരനോട് നീ തർക്കിക്കരുത്. തർക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ നിരുത്സാഹപ്പെടുത്തിയതാണ്. വിശുദ്ധ ഖുർആനും ഒരുപാട് സ്ഥലങ്ങളിൽ ഈ തർക്കിക്കുന്ന സ്വഭാവം മനുഷ്യന്റെ ജന്മസിദ്ധമാണ്, മനുഷ്യന്റെ രക്തത്തിലുള്ളതാണെന്നൊക്കെ വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറയുന്നുണ്ട്. അതേസമയം അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. തർക്കിക്കാത്ത പ്രകൃതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രോത്സാഹിപ്പിച്ചത്. അങ്ങനെ തർക്കിക്കാത്തവന് സ്വർഗത്തിൽ ഞാനൊരു വീട് വാങ്ങിച്ചു തരാമെന്നൊക്കെ സഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടേക്ക് നമ്മൾ ചെല്ലും. നമ്മുടെ വിഷയം നർമ്മമാണ്, അതുകൊണ്ട് ഹദീസിന്റെ ഒരു ഭാഗമായതുകൊണ്ട് അതിലേക്കൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. വലാ തുമാസിഹു, നിന്റെ സഹോദരനോ സുഹൃത്തിനോട് നീ തമാശ പറയരുത്, നീ അവനെ തമാശയാക്കരുത്. വലാ തഇദുഹു മൗഇദതൻ, അതേപോലെ തന്നെ നീ അവന് ഒരു വാഗ്ദത്തം ചെയ്യരുത്. അവനോട് നീ വാക്ക് പറഞ്ഞാൽ ഫതുഖ്ലിഫഹു, പിന്നെ നീ അത് ലംഘിക്കാൻ പാടില്ല. വാഗ്ദത്ത ലംഘനം, ഈ മൂന്ന് ഘടകങ്ങളും വ്യക്തിബന്ധത്തിന് വളരെയധികം പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഈ ഹദീസിന്റെ താല്പര്യം. അപ്പൊ അതുകൊണ്ട് തമാശ പറയുന്നതിന് ചില പരിധികൾ ആവശ്യമാണ്. അതേസമയം തമാശ ചില അവസരത്തിൽ ആവശ്യവുമാണ്. അൽ ഇഫ്റാത്ത് ഫിൽ മിസാഹി യുഅദ്ദി ഇലാ കസറത്തിൽ ലഹ് അല്ലതി തുമീത്തുൽ ഖൽബ്. മഹാന്മാർ പറയുന്നത് അമിതമായ തമാശ നമ്മെ കൂടുതൽ ചിരിപ്പിക്കുന്നു. അങ്ങനെ കൂടുതലായിട്ടുള്ള ചിരി നമ്മുടെ ഹൃദയത്തെ മരിപ്പിച്ച് കളയും, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ജീവൻ എടുത്തു കളയും. വലാ തുക്സിറിൽ ലഹ്ക ഫഇന്ന കസറത്തുൽ ലഹ്കി തുമീത്തുൽ ഖൽബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നിങ്ങൾ കൂടുതലായി ചിരിക്കരുത്. കൂടുതലായി ചിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ജീവൻ എടുത്തു കളയുന്നതാണ്. ഹൃദയത്തിന് ജീവനുണ്ട്. നമ്മുടെയൊക്കെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാന. അപ്പൊ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഏത് സമയത്തും അള്ളാഹുവിന്റെ നൂറ് കടക്കുമ്പോൾ, അള്ളാഹുവിന്റെ ആയാത്തുകൾ പരാമർശിക്കപ്പെടുമ്പോഴൊക്കെ വിങ്ങുന്ന, വേദനിക്കുന്ന, റബ്ബിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ വജല് വരുന്ന, ഭയപ്പാട് വരുന്ന ഒരു ഹൃദയമാവണം. ആ ഭയപ്പാടും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്നുണ്ടാവുന്ന ഭക്തിയും ഒക്കെ നഷ്ടപ്പെടാൻ പ്രധാനമായ ഹേതുവാണ്, കാരണമാണ് അധികരിച്ച ചിരി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഖസ്വത്തുൽ ഖൽബാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു അസുഖം. മനുഷ്യൻ ഖസ്വത്ത് അല്ലെങ്കിൽ ഹൃദയത്തിന് ഖസ്വത്ത് വരിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കഠിന ഹൃദയനായി തീരുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ മറ്റുള്ളവരോട് പരുഷമായി പെരുമാറുക എന്നല്ല. മറിച്ച് അവന്റെ പെരുമാറ്റത്തിൽ അവന് കേൾക്കുന്ന നല്ല കാര്യങ്ങൾ, അവന് കേൾക്കുന്ന ആയത്തുകൾ, അവൻ കേൾക്കുന്ന മറ്റു അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വിളികളൊക്കെ, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. അള്ളാഹു നമ്മെ ചില അവസരങ്ങളിലൊക്കെ വിളിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ നമ്മെ വിളിക്കുന്നുണ്ട്. അതിനൊക്കെ ഉത്തരം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നിലനിന്ന് കിട്ടുക എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്. അപ്പൊ അതിന് ഏറ്റവും വലിയ തടസ്സമാണ് ഹൃദയത്തെ മരിപ്പിച്ചു കളയുന്ന, ഹൃദയന്റെ ജീവനെ കെടുത്തുന്ന, ഹൃദയത്തിന്റെ വെളിച്ചത്തെ കെടുത്തിക്കളയുന്ന ചിരി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സംഗീതം കേൾക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ സംഗീതവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ഹൃദയം പെട്ടെന്ന് മരിച്ചു പോവാൻ, ജീവൻ കെട്ടുപോവാൻ സാധ്യതയുണ്ട് എന്ന് മഹാന്മാരൊക്കെ കിതാബുകളിൽ എഴുതി വെച്ചത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം തുർമുദി റിവായത്ത് ചെയ്ത ഹദീസിൽ പറയണം, വലാ തുക്സിറിൽ ലഹ്ക ഫഇന്ന കസറത്തുൽ ലഹ്കി തുമീത്തുൽ ഖൽബ്. അധികരിച്ച് ചിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ജീവനെ കെടുത്തിക്കളയും. അതുകൊണ്ട് ചിരി വർദ്ധിക്കുന്നത് സൂക്ഷിക്കുക. ഇൻഷാ അല്ലാഹ് വിശദമായ ചർച്ചയുടെ ആവശ്യമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഹദീസിന്റെ വെളിച്ചത്തിൽ അതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
മഹാനായ വുഹൈബുൽ വർദ് എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ ഒരിക്കല് പെരുന്നാൾ ദിവസം ഇങ്ങനെ ആളുകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ ആളുകളൊക്കെ ഇരുന്ന് ഭയങ്കര സൊറയൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കും. ഇത് കണ്ടപ്പോ മഹാനവറുകൾ ആത്മകഥം ചെയ്തുകൊണ്ട് ഉറക്കെ പറഞ്ഞു, ഇൻകാന ഹൗലായി ഖദ് ഗുഫിറ ലഹും ഫമാ ഹാദാ ഫിഅലു ശാകിരീൻ വഇൻ കാന ലം യുഗ്ഫർ ലഹും ഫമാ ഹാദാ ഫിഅലുൽ ഖായിഫീൻ. എന്താ പറയുന്നത്, ഇവര് അള്ളാഹു പുറത്തു കൊടുക്കപ്പെട്ട ഒരു വിഭാഗമാണെന്ന് നമ്മൾ സങ്കല്പിക്കുക എങ്കിൽ തന്നെ ഈ ചിരിയും കളിയൊന്നും ഒരു നന്ദിയുള്ള ആളുകളുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. വഇൻ കാന ലം യുഗ്ഫർ ലഹും, ഇനി അവര് പാപമൊന്നും പൊറുക്കപ്പെടാത്ത രീതിയിലുള്ള ആൾക്കാരാണ്, തൗബയൊന്നും ചെയ്യാത്ത രീതിയിലുള്ള ആളുകളാണെങ്കിൽ ഫമാ ഹാദാ ഫിഅലുൽ ഖായിഫീൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളിൽ നിന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അമിതമായി ചിരിക്കുന്നത്, ഉറക്കെ ചിരിക്കുന്നതൊക്കെ അവർക്ക് വലിയ അത്ഭുതമായിരുന്നു. അതൊക്കെ ഒരു സ്വാഭാവികമായ കാഴ്ചയാണെങ്കിൽ ഇതുപോലുള്ള അത്ഭുതപ്പെടലിന് പ്രസക്തി ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരുന്നത് അവരൊന്നും ഉറക്കെ ചിരിക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല എന്നതുകൊണ്ടാണ്. അപ്പോ ഹൃദയത്തെ മരിപ്പിച്ചു കളയുമെന്നാണ് നമ്മൾ ഒരു കാര്യം പറഞ്ഞത്. രണ്ടാമത്തത് അൽ മിസാഹ് യുഅദ്ദി ഇലൽ ഗഫ്ല, ഗഫ്ലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ ഒരു പ്രധാന കാരണമാണ് യഥാർത്ഥത്തിൽ ഈ ഗഫ്ലത്ത് എന്ന് മിസാഹ് എന്ന് പറയുന്നത്, തമാശ എന്ന് പറയുന്നത്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സ് എപ്പോഴും അലർട്ടായിരിക്കണം, വളരെ ഉണർന്നതായിരിക്കണം. ഖുർആൻ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഫബിഇസ്സതിക ലഉദിയന്നഹും അജ്മഈൻ. ശൈത്താൻ അള്ളാഹുവിന്റെ ഇസ്സത്തിനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ലഉദിയന്നഹും അജ്മഈൻ, എല്ലാവരെയും ഞാൻ പിഴപ്പിക്കും, ഇല്ല ഇബാദക മിൻഹും അൽ മുഖ്ലസീൻ, ഇഖ്ലാസ് നൽകി അനുഗ്രഹിച്ച ആളുകളല്ലാത്തവരൊക്കെ ഞാൻ പിഴപ്പിക്കും എന്ന് പറഞ്ഞപ്പോ അള്ളാഹു അവന് കഴിവ് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ രക്തത്തിലൂടെ, നമ്മുടെ ഉണർച്ചയിലെ എല്ലാ ഉറക്കിലൊക്കെ നമ്മെ പിഴപ്പിക്കാനും സ്വാധീനിക്കാനും ഒക്കെ കഴിവുള്ള ഒരു പിശാച് ഇങ്ങനെ സത്യം ചെയ്ത് പറഞ്ഞപ്പോ എല്ലാവരും നിനക്ക് പിഴപ്പിക്കാം, പക്ഷേ ഇല്ല ഇബാദക മിൻഹും അൽ മുഖ്ലസീൻ, ഇഖ്ലാസ് നൽകപ്പെട്ട നിന്റെ അടിമകളല്ലാത്തവരൊക്കെ ഞാൻ പിഴപ്പിക്കുന്നു. അപ്പൊ പിശാച് ഒരു തക്കം പാർത്തിരിക്കുകയാണ് നമ്മുടെ മനസ്സിൽ കയറാനും നമ്മെ വഴി പിഴപ്പിക്കാനും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഗഫ്ലത്തിലേക്ക് പറഞ്ഞേക്കുക. അതാണ് നമ്മളൊരു നിമിഷം ഗഫ്ലത്തിലായി കഴിഞ്ഞാൽ അവിടെ പിശാച് വരുന്നാണ് അല്ലെ. ഗഫ്ലത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പിശാച് കയറും, ആ കരീൻ വരും. അങ്ങനെ കരീനായ പിശാച് വന്ന് നമ്മെ വഴിപിഴപ്പിച്ചുകൊണ്ടിരിക്കും. ഗഫ്ലത്ത് അല്പം പോലും നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് ഗഫ്ലത്തിന് ഇടവരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തമാശകൾ എന്ന്. തമാശ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇന്നൊക്കെ തമാശയുടെ സദസ്സുകൾ ഇഷ്ടം പോലെയാണ്, തമാശയുടെ വെബ്സൈറ്റുകൾ ഇഷ്ടം പോലെയാണ്, തമാശയുടെ ക്ലിപ്പുകൾ ഇഷ്ടം പോലെയാണ്. ഇലക്ഷനിലൊക്കെ ഇഷ്ടംപോലെ പൊട്ടിച്ചിരിക്കാവുന്ന തമാശകൾക്ക് വേണ്ടി കാതോർക്കായിരുന്നു കുറച്ച് നാളുകളായിട്ട്, ഇത് മാസങ്ങളൊക്കെ ആയിട്ട് ആളുകൾ. ഇങ്ങനെ തമാശകൾ കൊണ്ട് ജീവിതത്തിന്റെ മണിക്കൂറുകളെ ധന്യമാക്കുന്ന ഒരു ജീവിത ശൈലിയാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതൊക്കെ ഗഫ്ലത്തിലേക്ക് നയിക്കുന്നു. ഈ ഗഫ്ലത്താണ് ആര് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്? പിശാച് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. പിശാചിന്റെ ഒരു വിശേഷണം വിശുദ്ധ ഖുർആൻ എടുത്ത് പറയുന്നത് ഖന്നാസ് എന്നാണ്. അള്ളാഹുവിനെ ഓർത്താൽ അവൻ അടങ്ങും, അള്ളാഹുവിനെ ഓർത്തില്ലെങ്കിൽ അവൻ സജീവമാവും. അതാണ് പിശാചിന്റെ സവിശേഷത തന്നെ. എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ വസ്വാസമായി കടന്നു വരുന്നു. ആ പിശാചിന് ഏറ്റവും കൂടുതൽ നല്ല അവസരം ഒരുക്കി കൊടുക്കലാണ് യഥാർത്ഥത്തിൽ അമിതമായ തമാശ, അല്ലെങ്കിൽ ഓവറായ നർമ്മബോധം, അല്ലെങ്കിൽ തമാശയും ഫലിതയുമായിട്ടുള്ള ജീവിത രീതി എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ വളരെ ഗൗരവത്തോടെ വിഷയം പറയുന്നുണ്ട്. ഫവൈലുൽ ലിൽ മുകദ്ദിബീന അല്ലദീന ഹും ഫീ ഖൗളിൻ യൽഅബൂൻ. അവർക്ക് ഇഷ്ടപ്പെട്ട സംസാരങ്ങളിലും മറ്റൊക്കെ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫദർഹും യഖൂലു വയൽഅബു ഹത്താ യുലാഖു യൗമഹും അല്ലദീ യുഅദൂൻ. അവര് സൊറ പറഞ്ഞും കളിച്ചുമൊക്കെ അവരുടെ സമയം കളഞ്ഞുകൊള്ളട്ടെ, ഞാൻ വാഗ്ദാനം ചെയ്ത ആ ദിവസത്തിൽ അവരെന്നെ കണ്ടുമുട്ടുന്നത് വരെ എന്ന് അല്ലാഹു മുന്നറിയിപ്പിന്റെ അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരത്തില് കാഫിര്യങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ അശ്രദ്ധരായി ജീവിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സുമ്മദർഹും ഫീ ഖൗളിൻ യൽഅബൂൻ എന്ന് സൂറത്തുൽ അനാമിൽ പറയുന്നു. അതേപോലെ ഒരുപാട് കാഫിര്യങ്ങളോട് അഭിസംബോധനയായി അള്ളാഹു നാളെ ചോദിക്കും, മാ സലക്കക്കും ഫീ സഖർ, നിങ്ങൾ എന്തുകൊണ്ട് നരകത്തിൽ കടന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ ഒരുപാട് കാരണം പറയുന്നുണ്ട്. ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല, ഞങ്ങൾ യതീം മക്കളെ നല്ല ഭക്ഷണം കൊടുക്കുന്നതിന് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. മാ സലക്കക്കും ഫീ സഖർ ഖാലു ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ എന്ന അവസാനത്തിൽ പറയുന്നു. എന്താ പറയുന്നത്? ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല, അതോടൊപ്പം ഓരോ വിഷയത്തിൽ ഇങ്ങനെ സൊറ പറഞ്ഞും സംസാരിച്ചുമൊക്കെ സമയം കഴിച്ചിരുന്ന ആളുകളുടെ കൂടെ ഞങ്ങളും കൂടിയിരുന്നു എന്ന് നരകത്ത് കടക്കാൻ
കാരണമായി എന്ന ഒരു സമ്മതിക്കുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ സംസാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വൈകല്യങ്ങള്, ന്യൂനതകള്, അല്ലെങ്കിൽ വീഴ്ചകള്, അബദ്ധങ്ങളൊക്കെ നമ്മളൊരു എപ്പിസോഡായി ആഘോഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ കുറ്റകരമായ ഒരു പ്രവണതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പലപ്പോഴും നമുക്കൊക്കെ ചിരി സമ്മാനിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഒരുപക്ഷെ നമ്മളൊക്കെ ആഗ്രഹിക്കും. പക്ഷെ അതേസമയം ഇതിനൊന്നും വിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് ഈ അവസരത്തിൽ നമ്മൾ പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കണം. അതിനാണ് വിശുദ്ധ ഖുർആനിലെ ഈ ഭാഗങ്ങളൊക്കെ അൽ മിസാഹി യുഅദ്ദി ഇലൽ ഗഫ്ല, ആ ഗഫ്ലത്ത് ക്രമേണ നമ്മെ നരകത്തിലേക്ക് എത്തിക്കും എന്ന ആ രീതിയിൽ ഈ വിഷയം ഞാനിവിടെ പറയാൻ കാരണം. അതുകൊണ്ട് തന്നെ സലഫ് സാലിഹീങ്ങൾ ഈ വിഷയത്തെ തൊട്ട് വളരെ ഗൗരവത്തോടു കൂടിയാണ് കണ്ടിരുന്നത്. ചിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ അവർ ചോദിച്ചിരുന്നു, അതൽഹക് വലഅല്ല അക്ഫാനക് ഖദ് ഖറജത് മിൻ ഇൻദിൽ ഖസ്സാർ, നിന്റെ അക്ഫാന്, നിന്നെ പൊതിയാനുള്ള കഫൻപുട ഒരു പക്ഷേ അലക്കുകാരിൽ നിന്ന് നിന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, എന്ത് ധൈര്യത്തിലാണ് മോനെ നീ ചിരിക്കുന്നത് എന്നവർ ചോദിക്കുമായിരുന്നു. ചിരിക്കുന്ന, പൊട്ടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നർമ്മത്തിലൊക്കെ മുഴുകി ജീവിക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ്, നിന്റെ കഫൻ ഒരു പക്ഷേ കഴുകി നിന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, നീ അറിയുന്നില്ല, എന്ത് ധൈര്യത്തിലാണ്, ഏത് സമയവും മരണം പിടികൂടാൻ സാധ്യതയുള്ള മനുഷ്യൻ, ആ മനുഷ്യൻ എന്തർത്ഥത്തിലാണ്, എന്ത് ധൈര്യത്തിലാണ് പൊട്ടിച്ചിരിക്കുക എന്ന് മഹാന്മാർ ചോദിച്ചിരുന്നു. എന്ന് അവർ ചോദിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്. മഹാനായ മുഹമ്മദ് ബിൻ വാസിഅ പറയുകയാണ്, ഇദാ റഅയ്ത റജുലൻ ഫിൽ ജന്നത്തി വയബ്കി അലസ്ത തതഅജ്ജബ് മിൻ ബുകാഇ, ചോദിക്കുകയാണ്, സ്വർഗത്തിൽ ഒരാൾ കയറിയതിനു ശേഷം അവിടെ ഇരുന്ന് ഉറക്കെ പൊട്ടിക്കരയുന്നുണ്ട്, നിനക്ക് ചിരി വരൂലേ, നീ അത്ഭുതപ്പെടൂലേ? ചിരി വരൂലേ എന്നില്ല, നീ അത്ഭുതപ്പെടില്ലേ? എന്താ കാരണം? സ്വർഗം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ ലോകമാണ്. സന്തോഷത്തിന്റെ ലോകത്ത് കടന്നിട്ട് ഒരാൾ പൊട്ടിക്കരയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തോ സംതിങ് റോങ് എന്ന് തോന്നിപ്പോവും. അതേപോലെയാണ് വിഷമത്തിന്റെയും നമ്മുടെ ഭാവിയെക്കുറിച്ച് നാം ഷഖിയാണോ സഈദാണോ, നമ്മുടെ ഭാവി ഏത് രീതിയിലാണ്, നമ്മുടെ മീസാന് ഏത് രീതിയിൽ, ഏത് തുലാസാണ് കൂടുതൽ തൂങ്ങുക എന്നൊന്നും അറിയാത്ത ആളുകള് ഭയങ്കര ചിരിയും കളിയും ഒക്കെയായി ദുനിയാവുമായി വളരെ ഇഴകിച്ചേർന്നുകൊണ്ട് ജീവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു എന്നൊരു മഹാൻ മുഹമ്മദ് ബിൻ വാസിഅ റഹിമഹുല്ലാഹ് പറയാൻ, ഫല്ലദീ യൽഹഖു ഫിദ്ദുനിയ വലാ യദ്രി ഇലാ മാദാ യസീർ ഹുവ അഅജബു മിൻ, സ്വർഗത്ത് കടന്ന ഒരാൾക്ക് അറിഞ്ഞാൽ അതിന് സ്വർഗത്തിൽ എത്തിയെന്നെങ്കിലും സമാധാനിക്കാം, പക്ഷേ ദുനിയാവിലുള്ള ആൾ എന്ത് ധൈര്യത്തിലാണ് ചിരിക്കുന്നത് എന്ന് വളരെ അത്ഭുതത്തോടുകൂടി മഹാനായ മുഹമ്മദ് ബിൻ വാസിഅ റഹിമഹുല്ലാഹ് ചോദിക്കാം. അപ്പൊ അവരൊക്കെ, നമ്മുടെ സലഫ് സാലിഹീങ്ങളൊക്കെ ഈ വിഷയത്തില് വളരെ ഗൗരവത്തോടു കൂടിയാണ് സമീപിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത് ഹൃദയം മരിച്ചു പോകും, രണ്ടാമത് ഗഫ്ലത്തിലേക്ക് ഹൃദയം പോകും. അതോടൊപ്പം തന്നെ നമ്മുടെ വില ഇടിയാനും ഏറ്റവും വലിയ നിമിത്തമാണ് യഥാർത്ഥത്തിൽ തമാശ എന്ന് പറയുന്നത്. ആർക്കും അറിയാത്തതല്ല, പക്ഷേ ഖുർആന്റെ വെളിച്ചത്തില്, തിരുസുന്നത്തിന്റെ വെളിച്ചത്തില്, മഹാന്മാരുടെ വാക്കുകളുടെ വെളിച്ചത്തിൽ നമ്മൾ അതിനെ വീണ്ടും ഉൾക്കൊള്ളുന്നു എന്ന് മാത്രം. എന്താ പറയുന്നത്? മഹാനായ ഉമർ റളിയല്ലാഹു എന്ന് പറയണത്, മൻ മസഹ ഇസ്തുഖഫ ബിഹി, ആരെങ്കിലും തമാശ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ നർമ്മം, അതായത് ആളുകളെ ചിരിപ്പിക്കാനായിട്ട് ഒരാൾ നടന്നു കഴിഞ്ഞാൽ അവന്റെ വില താനെ ഇടിയും എന്നാരാണ് പറയുന്നത്? മഹാനായ ഉമർ റളിയല്ലാഹു എന്ന് പറയുന്നത്. മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റഹിമഹുല്ലാഹ് പറയാണ്, ഖാലത്ത് ലി ഉമ്മി, എന്നോട് എന്റെ ഉമ്മ ഉപദേശിച്ചിരുന്നു, യാ ബുനയ്യ ലാ തുമസിഹ് സിബിയാൻ, മോനെ നീ കുട്ടികളോട് പോയി തമാശ പറയാൻ നിൽക്കരുത്, ഫതഹൂന ഇൻദഹും, നീ അവരുടെ അടുത്ത് നിസ്സാരനായി പോകും. ഓരോ ആളുകളോട് നമ്മൾ വലിയവരെ ബഹുമാനിച്ച് അവരിൽ നിന്ന് ഉപദേശം പ്രതീക്ഷിച്ച് അവർ നമ്മെ കറക്റ്റ് ചെയ്യുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരു വലിയ ആളെ നമ്മൾ കാണുന്നത്. അങ്ങനത്തെ ഒരാൾ നമ്മോട് വെറുതെ കോമഡിയും തമാശയും പറഞ്ഞ് നടന്നാൽ സ്വാഭാവികമായിട്ടും നമുക്ക് അയാളോടുള്ള മതിപ്പ്, അയാളിൽ നിന്നൊരു വലിയ ആള്, മുതിർന്ന ആള് എന്നുള്ള നിലക്കുള്ള മതിപ്പ് താനില്ലാണ്ടാവും. അതുകൊണ്ട് എന്നോട് ഉമ്മ എപ്പോഴും പറയുന്ന ഒന്നാണ്, ഗൗരവത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരായ ഔലിയാക്കൾപ്പെട്ട ആളുകൾ, മുഹമ്മദ് ബിൻ മുൻകദിറിനെ പോലെയുള്ള ആളുകൾ, അദ്ദേഹം പറയണം, എന്നോട് ഉമ്മ എപ്പോഴും ഉപദേശിക്കുന്ന ഒരു കാര്യമാണെന്ന്, ലാ തുമാസിഹ് സിബിയാൻ, മോനെ യാ ബുനയ്യ, നീ കുട്ടികളോട് തമാശ പറയാൻ നിൽക്കരുത്, ഫതഹൂന ഇൻദഹും, നീ അവരുടെ അടുത്ത് നിസ്സാരനായി തീരും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വില ഇടിയും എന്ന ആ പോയിന്റിന് ഒരു ഉദാഹരണം പറഞ്ഞതാണ് മുഹമ്മദ് ബിൻ മുൻകദിറിന്റെ വാക്ക്. അതേപോലെ സഈദ് ബിൻ ആസിർ റളിയല്ലാഹു അൻഹു പറയും, ലാ തുമാസിഹ് ശരീഫ് ഫയഹ്ഖദ് അലൈക്, നീ നല്ല ഡീസന്റ് ആയി ജീവിക്കുന്ന ആളുകളോട് വെറുതെ തമാശ പറയാൻ പോകരുത്, അവർക്ക് നിന്നോട് അസൂയ തോന്നും, എന്നെ കളിയാക്കാൻ, അല്ലെ എന്നോട് തമാശ പറയാൻ നീ ആരാണെന്നുള്ള നിന്നോട് അവർക്ക് ഒരു പക്ഷെ അസൂയ അല്ലെങ്കിൽ വിദ്വേഷം വരാൻ അത് കാരണമാകും. വല ദനീഅ, അതേപോലെ തന്നെ നിന്നേക്കാൾ എത്രയോ താഴ്ന്നു കിടക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് നീ കോമഡി തമാശ പറയാൻ നിൽക്കണ്ട. ഇപ്പൊ യജ്തരി വാലിക്ക, അവൻ നിന്റെ മേല് ധൈര്യം കാണിക്കും, പിന്നെ അവർക്ക് നിന്നോട് എന്തും പറയാന്ന് തോന്നും, കാരണം നീ അവനോട് ഇടപെടുന്നത് ആ രീതിയിലാണ്. അപ്പൊ നിന്റെ നിലവാരം നീ വെറുതെ താഴ്ത്തി കൊടുത്താൽ പിന്നെ അവര് നിന്റെ മേലെ കാല് കയറ്റി വെക്കും, നിന്റെ മുന്നിൽ പറയാൻ പറ്റാത്തത് പറയും, നിന്റെ മുന്നിൽ ചെയ്യാൻ പറ്റാത്തത് ചെയ്യും, നമുക്കത് പറയാനുള്ള വോയിസ് അതോടുകൂടി നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോ ധനിയായ നിന്നേക്കാൾ താഴ്ന്നവനോട് തമാശ പറഞ്ഞ അവൻ നിന്റെ മേല് ധൈര്യം കാണിക്കും,
നിന്നേക്കാൾ ഉയർന്ന ആളോട് കാണിച്ചാൽ നീ ആരാടാ എന്നോട് കളിക്കാൻ എന്ന രീതിയിൽ ഫയഹ്ഖിദുലൈക, അവന് നിന്നോട് വെറുതെ ഒരു വിദ്വേഷം നീ ഉണ്ടാക്കാൻ അത് കാരണമാകും. നമുക്കറിയുന്ന കാര്യങ്ങളാണ്, പക്ഷെ ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു പാഠമായി അവരൊക്കെ ഉൾക്കൊണ്ടത് കൊണ്ടാണ് ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവരൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്. ലാ തുമാസിഹ് ഷരീഫ്, നീ മാന്യനായി ജീവിക്കുന്ന ആളോട് തമാശ പറയാൻ പോകണ്ട. ഫയഹ്ഖിദു അലൈക്, നിന്നോട് അവർക്ക് വിദ്വേഷം തോന്നും. വലദ്ദനിയ, താഴ്ന്നവനോട് നീ തമാശ പറയാൻ പോകരുത്. ഫയസ്തരു അലൈക, നിന്റെ വിലയൊക്കെ പിടിച്ചു താഴ്ത്തി അവൻ നിന്റെ മേല് ധൈര്യം കാണിച്ച് സംസാരിക്കാൻ തുടങ്ങും. മഹാന ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ മഹാനവർകൾ കാനയഖാൽ, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, കാനയഖൂൽ അൽ മിസാഹു മുസ്ലിബത്തുൻ ലിൽ ബഹാ, നമ്മുടെ നമുക്കൊരു ശോഭയുണ്ട്, നമുക്കൊരു വ്യക്തിത്വമുണ്ട്, നമുക്കൊരു പ്രഭാവമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു അംഗീകാരമുണ്ട്, അതിനെ ഇല്ലാതെയാക്കുന്നതാണ്. മഖ്തഅത്തുൻ അല്ലെങ്കിൽ മഖ്തഅത്തുൽ ലിസ്സദാഖ, ആ സൗഹൃദത്തിനെ പോലും പലപ്പോഴും മുറിച്ചു കളയുന്നതുമാണ് മിസാഹ്. ചില ആളുകളൊക്കെ അത് ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരുന്നു. നമുക്കൊക്കെ വളരെ എപ്പോഴും ഇസ്ലാമിക ചാനലാണെങ്കിലും ഇസ്ലാമിക് ചർച്ച ആണെങ്കിലും ഒക്കെ നമുക്കൊരു കോമഡി അടക്കം വന്നില്ലെങ്കിൽ ഒരു പൊറുതിയേടാണ്. നമ്മളൊക്കെ അങ്ങനെ ശീലിച്ചു പോയി. അങ്ങനെ പറയുന്ന ആളുകളാണ് ഒരുപക്ഷെ നമുക്ക് കൂടുതൽ ഇഷ്ടം. കോമഡിയോ തമാശയോ അല്ല പ്രശ്നം, അത് എങ്ങനെ പറയാവൂ, എവിടെയൊക്കെ പറയാവൂ, ഏതൊക്കെ രീതിയിലേ പറയാവൂ എന്നുകൂടി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിലേതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് അതിര് കടന്നത്, ഏതൊക്കെയാണ് അസ്ഥാനത്തുള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഒക്കെ മഹാന്മാര് സലഫ് സാലിഹ്യങ്ങൾ ഇതിനെയൊക്കെ വലിയ ഒരു സംഭവമായി മാറ്റി നിർത്തിയിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. പലപ്പോഴും ശത്രുത ഉണ്ടാക്കാൻ അത് കാരണമാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നത്, ഇത്തഖുല്ലാഹു വഇയ്യാകുമുൽ മിസാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ മിസാഹിനെ നിങ്ങൾ കരുതിയിരിക്കുക. ഫഇന്നഹു യൂരിസുൽ ലഗീന, അത് പലപ്പോഴും ശത്രുത വിളിച്ചു വരുത്തും. വയജുറു ഇലൽ ഖബീഹി, മോശമായ പല പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളെ നയിക്കും. അതുകൊണ്ട് നിങ്ങൾ തമാശ പറഞ്ഞിരിക്കല്ലേ. ഫഹദ്ദിസു ബിൽ ഖുർആൻ വതജാലസു ബിഹി, നിങ്ങൾ ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുക. വതജാലസു ബിഹി, ആവശ്യവുമായിട്ടുള്ള മജ്ലിസുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ആര് പറയുന്നത്? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നത്. ഫഇൻ സഖല അലൈക്കും, ഇനി നിങ്ങൾക്ക് ഖുർആനൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു മടുപ്പ് തോന്നി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഭാരമായി കഴിഞ്ഞാൽ, അത് ആവശ്യത്തിലധികം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഫഹദീസുൻ ഹസനുൻ മിൻ ഹദീസിർ റിജാൽ, അപ്പോ മഹാന്മാരുടെ വാക്കുകൾ, നബിയുടെ വാക്കുകൾ, ചരിത്രങ്ങൾ, ഇങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട മറ്റൊരുപാട് വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. അത്തരം കാര്യങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സമയങ്ങളെ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ തമാശ പറയുമ്പോൾ സ്വാഭാവികം, നമ്മളൊക്കെ ചരിത്രത്തിൽ ഒരുപാട് കവികളെ കുറിച്ച് പറയുന്നുണ്ട്. ചില കവികളെ തിരിച്ചറിയുന്നത് തന്നെ അയാൾ ഇന്നയാൾക്കെതിരെ പാടിയിരുന്നു എന്ന് പറയുമ്പോഴാണ്. ഹജായില് അല്ലെ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന വിഷയത്തിൽ ആക്ഷേപകാവ്യങ്ങൾക്കായി മാത്രം ജനിച്ച ഒരുപാട് കവികളുണ്ട്. അവർ ആ രീതിയിൽ മാത്രം അറിയപ്പെട്ട ആളുകളാണ്. ആക്ഷേപിക്കുന്നതിന്റെ പരിധികൾ എല്ലാ സീമയും ലംഘിച്ചുകൊണ്ടുള്ള ആക്ഷേപങ്ങൾ അറബിയിലൊക്കെ ഇഷ്ടം പോലെ, നമ്മളൊക്കെ ഷാഹിദം ബെയ്ത്തായിട്ടും പല ബെയ്ത്തുകളുടെയൊക്കെ നിയമം നഹ്വ് സർഫൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ പല ബെയ്ത്തുകളുടെ രൂപത്തിൽ പല ശക്തമായ ആക്ഷേപകാവ്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പാടാൻ സമയമില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, സംസാരം, ഈ തമാശയിലൂടെ നമ്മളിങ്ങനെ പോയി ഓരോരുത്തരുടെ അഭിമാനം, നമ്മൾ അയാളുടെ അഭിമാനത്തെ ഇടിച്ചെന്ന് തോന്നുമ്പോൾ, അയാൾക്കത് വിഷയമെല്ലാം തോന്നുമ്പോൾ അതിന്റെ അപ്പുറം കൂടി പറഞ്ഞു നോക്കും നമ്മള്. അപ്പോഴും അയാളുടെ അഭിമാനത്തിൽ കൊണ്ടില്ല എന്നുള്ള രീതിയിലാണ് അയാൾ പെരുമാറുന്നതെങ്കിൽ പിന്നെ ഇനി മാക്സിമം അയാളുടെ തറ മാന്തുന്ന രീതിയിലുള്ള ആക്ഷേപമൊക്കെ പറഞ്ഞെങ്കിൽ അയാളൊന്ന് താഴ്ന്നും തോന്നും. അപ്പോഴേ നമുക്കൊന്ന് സമാധാനമാവുള്ളൂ. അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ തമാശ അതിര് കടന്ന് അത് ലഗീനത്തിലേക്കും അങ്ങനെ മോശമായ കാര്യത്തിലേക്കും ഒക്കെ ചെന്നെത്തും എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയണം. വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ്. അപ്പൊ നമ്മുടെയൊക്കെ ചർച്ചകൾ പലപ്പോഴും ഇങ്ങനെ ഒരാളെ ഏറ്റവും ലാസ്റ്റിൽ അയാള് നമ്മുടെ കോമഡി ആൾക്ക് കൊള്ളണം, അല്ലെങ്കിൽ നമ്മുടെ ആക്ഷേപ അയാളെ കൊണ്ട് ഇനി അയാളൊന്നും മുണ്ടൂല, അത് പറഞ്ഞ് നന്നായുള്ളൂ, നാലാൾ നമ്മളോട് പറയണം, അപ്പോഴേ നമുക്കൊക്കെ സമാധാനമുള്ളൂ. അതൊക്കെ വളരെ മോശമായ സ്വഭാവമാണ് എന്നാണ് മഹാന്മാരുടെ വാക്കുകൾ നമ്മൾ പഠിക്കുന്നത്. ലിക്കുല്ലി ഷൈഇൻ ബദ്റുൻ വബദ്റുൽ അദാവത്തി അൽ മിസാഹ്, മഹാന്മാർ പറയാണ് എല്ലാ വസ്തുവിനും ഒരു വിത്തുണ്ട്. എന്നാൽ ശത്രുതയുടെ വിത്തായിട്ട്, ശത്രുത എന്ന് പറയുമ്പോൾ സൗഹൃദങ്ങളോട് ശത്രുത ഉണ്ടാകുമ്പോൾ ലൈശ്യാവുന്നുള്ളൂ. ഒരാൾ നമ്മൾ ആദ്യം ശത്രുവാണ്, അതിന് പ്രത്യേക വിത്തൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഒന്നിലും കാഫിറായി എന്നുള്ളതായിരിക്കും കാരണം, അല്ലെങ്കിൽ നമ്മൾ ആക്രമിച്ചു എന്നുള്ളതായിരിക്കും കാരണം. സുഹൃത്തുക്കളുടെ ഇടയിൽ ശത്രുത വരാനുള്ള വിത്ത് എവിടെ നിന്നുണ്ടാവുന്നത്? അത് നർമ്മത്തിൽ നിന്നാണ് എന്നാണ് ആര് പറയുന്നത്? മഹാനായ ഖാലിദ് ഇബ്നു സഫ്വാൻ റഹിമഹുല്ലാഹ് പറയുന്നത്. പലപ്പോഴും അത് ശരിയായിരിക്കാം. ഖാലിദ് സഫ്വാൻ പറയുന്നത് അതാണ്, ലിക്കുല്ലി ഷൈഇൻ ബദ്റുൻ വബദ്റുൽ അദാവത്തി, സുഹൃത്തുക്കളുടെ ഇടയിൽ ശത്രുത വരാനുണ്ടാവുന്ന പ്രധാന കാരണം അൽ മിസാഹു, തമാശയാണ്. അപ്പൊ അതിനൊക്കെ അഭിമാനത്തിൽ തൊടാതെ നമ്മൾ പറയാൻ പോകുന്നുണ്ട് എവിടെയൊക്കെ തമാശ പറ്റില്ല എന്നുള്ളതൊക്കെ. ഇനി
ഹറാമായ രീതിയിലുള്ള തമാശകൾ എന്താണ്? ഇതൊക്കെ നമ്മളെ ഹദീസിന്റെ നിനക്ക് വെളിച്ചത്തിലാണ്. എന്റെ അഭിപ്രായം അല്ല പറയുന്നത്, നിങ്ങൾക്കൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇവിടെ പലരും പല ടെക്സ്റ്റ് അടിക്കുന്നുണ്ട്. നമ്മള് വളരെ പ്യുവർലി നമ്മള് ടെക്സ്റ്റുകളെ, നമ്മുടെ മസ്ദറുകളെ, നമ്മുടെ തശ്രീഇന്റെ ഖുർആൻ, ഹദീസ്, സുന്നത്ത്, ചരിത്രങ്ങൾ ഇതിൽ നിന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ടൊന്നും സമകാലികമായ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി വിഷയത്തിന്റെ ഗൗരവം നഷ്ടപ്പെടുത്തരുത് എന്ന് വളരെ സ്നേഹബുദ്ധിയ ഞാൻ പറയണം. പലർക്കും പല സംശയങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോ പോട്ടെ. അപ്പോ ഹറാമായ രീതിയിലുള്ള തമാശകൾ ഏതാണ്? ഹറാമായ രീതിയിലുള്ള തമാശകൾ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഒരിക്കലൊരു യാത്ര പോയി. അങ്ങനെ യാത്ര പോയി അവരൊരു സ്ഥലത്ത് അല്പനേരം വിശ്രമിച്ച് ഇരിക്കുന്ന സമയത്ത് കൂട്ടത്തിൽപ്പെട്ട ഒരാള് ഒന്ന് തൂങ്ങി ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങിയപ്പോ ഒരു യാത്രയിൽ പോവാണ്, അവര് ഏതോ യുദ്ധത്തിനോ മറ്റോ പോകുന്ന യാത്രയാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ കയ്യിലൊക്കെ അമ്പും അങ്ങനെ വില്ലും അവരെ യുദ്ധത്തിന് ആവശ്യമായ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അതിൽ ഉറങ്ങിയ ഒരാളുടെ കയ്യിൽ നിന്ന് ഉറങ്ങാത്ത മറ്റുള്ളവർ തൽക്കാലം എന്ത് ചെയ്തു, അയാളുടെ അമ്പ് കുറച്ചു നേരം മറച്ചു പിടിച്ചു. അങ്ങനെ അയാളിങ്ങനെ നോക്കിയിരിക്കുക. നമുക്ക് കണ്ടല്ലോ, ഒരാൾ ഉറങ്ങുമ്പോൾ അയാളെ മൊബൈൽ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ അയാളെ വേറെ എന്തെങ്കിലും അയാള് ഉറങ്ങാൻ വിചാരിച്ച് കിടന്നതാവില്ല, ചിലപ്പോൾ വെറുതെ ഇരുന്നതായിരിക്കും. അപ്പൊ ആ സമയത്ത് എന്താണ്, നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും തൽക്കാലം മാറ്റി വെച്ച് അയാളൊന്ന് ഉണരുമ്പോൾ ബേജാറാക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലൊരു സ്വാഭാവികമായ സൗഹൃദങ്ങൾക്കിടയിലാകുമ്പോൾ ഒരു പ്രശ്നമാവില്ല, ചിലപ്പോൾ അടുത്ത വെച്ചോന്ന് പ്രശ്നം ഉണ്ടാകും. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലാണ് സംഭവം നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സഹാബി ഉറങ്ങി. അപ്പൊ മറ്റു സഹാബികൾ ഉറങ്ങാത്തവര് അമ്പെടുത്ത് വെച്ചു. അങ്ങനെ ഈ സാധു സഹാബി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉണർന്ന സമയത്ത് അയാളാകെ പെട്ടെന്ന് ബേജാറായി. എന്റെ അമ്പ എവിടെയെന്ന് വിചാരിച്ച് ബേജാറായി. ഈ ബേജാറ് കാണാൻ തന്നെയാണ് ഇവർ എടുത്തു വെച്ചിട്ടുള്ളത്. അത് കണ്ടപ്പോൾ ഇവരെല്ലാരും കൂടി ചിരിച്ചു. ഫളഹിക്കൽ ഖൗം ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാ യുദ്ഹിക്കുക്കും, എന്തിനാ ഞങ്ങളെല്ലാവരും ചിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു. ഫഖാലു ലാ, അല്ല ഒന്നുമില്ല. എന്നിട്ട് അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഇയാളുടെ അമ്പ് എടുത്തു വെച്ചിരുന്നു നബിയ. അപ്പോ ഉണർന്നപ്പോ മൂപ്പരാകെ ബേജാറായി. ആ ബേജാറ് കണ്ടപ്പോ ഞങ്ങൾ ചിരിച്ചതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടിയാണ് പ്രസക്തം. നബി തങ്ങൾ എന്ത് പറഞ്ഞു? ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമാ, ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനെ ഇങ്ങനെ ഭയപ്പെടുത്താൻ പാടില്ല. അത് തമാശക്കായാൽ പോലും, അത് ഞാൻ അടിവരേണ്ട കാര്യമില്ലല്ലോ, അതിന്റെ കോണ്ടെക്സ്റ്റ് അതാണ്. തമാശക്ക് പോലും ഒരു മുസ്ലിമിനെ നിങ്ങൾ ഭയപ്പെടുത്താൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണം. അപ്പൊ നമ്മള് അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടും, കുടുംബത്തിൽ കിട്ടും, മക്കളായിട്ട് കിട്ടും, കൂടെ പഠിച്ചവരായിട്ട് കിട്ടും. ഇങ്ങനത്തെ ഒരുപാട് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സംഭവിച്ചു പോയിട്ടുണ്ട്. ഇതൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു തമാശയായിട്ട് നമ്മൾ ആരും മനസ്സിലാക്കേണ്ട. അത്തർവിയു, ഈ ഭയപ്പാടുണ്ടാക്കുക എന്നുള്ളത്, അത് വണ്ടി ഓടിക്കുന്ന ആളുകൾ ഹോൺ അടിച്ചിട്ടാവാം, വെറുതെ അടുത്തുകൂടെ സൈക്കിൾ ഇടിക്കുന്ന രീതിയിലാവാം, ഇങ്ങനെ പല രീതിയിലും നമ്മളൊരാളെ പേടിപ്പിക്കുന്നതിന്റെ ഒരു സംഭവം ഹദീസിൽ വന്നത് പറഞ്ഞെന്ന് മാത്രം. ഒരാളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള തമാശകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്കി ശക്തമായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ലാ യഖുദന്ന അഹദുക്കും മതാഅ സാഹിബിഹി ജാദ്ദൻ വലാ ലാഇബൻ, ഒരാളും തന്റെ സഹോദരന്റെ സാധനങ്ങളെ എടുത്തു വെക്കരുത്, ജാദ്ദൻ സീരിയസ് ആയും ഗൗരവത്തിൽ എടുക്കാൻ പാടില്ല, വലാ ലാഇബൻ തമാശയിൽ എടുക്കാൻ പാടില്ല. ഫൈദാ വജദ അഹദുക്കും അസാ സാഹിബിഹി ഫല്യറുദ്ദഹാ ഇലൈഹി, ഒരാള് തന്റെ സഹോദരന്റെ വടി എവിടെയെങ്കിലും ഇരിക്കുന്നതോ മറ്റോ കണ്ടാൽ അത് കുറച്ചേരം എടുത്തു വെച്ചിട്ട് ഓൻ തരട്ടെ നോക്കുകയെന്നല്ല, പിന്നെന്താ പറഞ്ഞത്? ഫല്യറുദ്ദഹ, ആ വടി അവൻ തിരിച്ചു കൊടുക്കട്ടെ, അല്ലെ ഈ വ്യക്തിയിലേക്ക് തിരിച്ചു കൊടുക്കട്ടെ എന്ന് ഇമാം അഹ്മദ് റിവായത്ത് ചെയ്ത ഹദീസിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. അപ്പൊ ഇത് ഹറാമായ മിസാഹിലാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിൽ ഈ വിഷയത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, മറ്റൊരാളെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള തമാശകൾ. അതേപോലെ ഇനി ഹറാമായ മറ്റൊരു തമാശയാണ് കളവ് ഉൾപ്പെടുത്തിയിട്ടുള്ള തമാശ. വൈലുല്ലില്ലദീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, വൈലുല്ലില്ലദീ യുഹദ്ദിസു ബിൽ ഹദീസി ലിയുദ്ഹിക ബിഹിൽ ഖൗം ഫയക്ദിബു വൈലുല്ലഹു വൈലുല്ലഹു. സമൂഹത്തെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാള് ഇല്ലാത്ത സംഭവങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് ആളുകളെ ചിരിപ്പിക്കുകയാണെങ്കിൽ അവനാണ് നരകം, അവനാണ് നരകം, അവനാണ് നരകം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറും നർമ്മം വിറ്റ് കാശാക്കാനായി നടക്കുന്ന ആളുകള്, അങ്ങനെ സംസാരിച്ച് ശീലിച്ച ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ 3 തവണ വൈലുല്ലഹു വൈലുല്ലഹു എന്ന് പറഞ്ഞിട്ട് വൈലുല്ലില്ലദീ യുഹദ്ദിസു ബിൽ ഹദീസി ലിയുദ്ഹിക ബിഹിൽ ഖൗം. നമ്മുടെയൊക്കെ നാവിന് ഇല്ലില്ല എന്നതുപോലെ തന്നെ നമ്മുടെ നാവിൽ യാതൊരു ലൈസൻസും ഇല്ലാതെ നമ്മളൊക്കെ സംസാരിച്ച് ശീലിച്ചു. അതുകൊണ്ട് നമുക്കൊന്നും പലപ്പോഴും ഇതൊന്നും ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല.
അത്രമാത്രം ഇത്തരം സംഭവങ്ങൾ, സംസാരങ്ങളൊക്കെ നമ്മുടെ നിത്യജീവിതവുമായി, നമ്മുടെ കേൾവിയുമായി അത്രയും പരിചയപ്പെട്ടു പോയി. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് വളരെ വ്യക്തമായി ഇമാം തുർമുദി റിവായത്ത് ചെയ്യുന്ന, ഇമാം ദാവൂദ് ഒക്കെ റിവായത്ത് ചെയ്ത ഹദീസാണ് വൈലുൽ ലില്ലദീ യുഹദ്ദിസു ബിൽ ഹദീസി ലിയുദ്ഹിക ബിൽ ഖൗം. അത് എന്തെങ്കിലും ഒരു ഇഹ്തിമാൽ ഉണ്ടാവാന്നല്ല, ആൾ ഉദ്ദേശം തന്നെ ചിരിപ്പിക്കലാണ്, അതിനുവേണ്ടി എന്തെങ്കിലും നുണ പറയാം. അതൊക്കെ വളരെ ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹുവിന്റെ ദീൻ നോക്കിക്കാണുന്നത് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. ഇന്ന റജുല ലയതകല്ലമുൽ കലിമത ലാ യുരീദു ബിഹാ ബഅസൻ ഇല്ലാ ലിയുദ്ഹിക ബിഹൽ ഖൗം ഫഇന്നഹു യഖഉ ഫീഹാ അബഅദ മാ ബൈനസ് സമാഇ വൽ അർള്. നിങ്ങൾ ഓർത്തു നോക്കുക, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഒരാള് പ്രത്യേക ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു ചിരിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരാളൊരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ദറജ ആകാശഭൂമികൾക്കിടയിലുള്ള അത്രയും വ്യത്യാസം വരും. ആ കളവ് പറയുന്നതോടുകൂടി അവന്റെ പഴയ സ്ഥാനത്ത് നിന്ന് അവൻ എത്രയോ അകലമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ തമാശ പറഞ്ഞിരുന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നക തുദാഇബുന, നബി നിങ്ങൾ ഞങ്ങളോട് കളിക്കാറുണ്ടല്ലോ, ഞങ്ങളോട് തമാശ പറയാറുണ്ടല്ലോ, ഞങ്ങളോട് ചിരിച്ചു കളിക്കാറുണ്ടല്ലോ എന്ന് ചോദിച്ചു. ആര്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഫഖാൽ, നബി തങ്ങൾ പറഞ്ഞു, ഇന്നി ലാ അഖൂലു ഇല്ലാ ഹഖ, ഞാൻ പലപ്പോഴും പലതും നിങ്ങളോട് പറയാറുണ്ട്, അത് ഹഖ് മാത്രമേ പറയാറുള്ളൂ, ഉള്ളത് പറയാറുള്ളൂ. തമാശക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി പറയാറില്ല. ഉള്ളത് പറയുമ്പോൾ ചിലപ്പോൾ നർമ്മത്തിന്റെ മുഹൂർത്തങ്ങളാവും, അതുകൊണ്ട് നിങ്ങൾ ചിരിക്കുന്നു എന്നല്ലാതെ ഞാൻ തമാശക്കായി ഒന്നും ഉണ്ടാക്കി പറയുന്നില്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു. അതിലേറെ പ്രധാനപ്പെട്ട മറ്റൊരു ഹദീസ്, അതിലേറെ അല്ല, എല്ലാവരും പ്രധാനമാണ്, അത് ഈ ഗൗരവം ഒന്നുകൂടി വ്യക്തമാവുന്ന എന്നർത്ഥത്തിൽ ഞാൻ പറഞ്ഞത്. അന സഈമുൻ ബിബൈത്തിൻ ഫീ റബ്ദിൽ ജന്ന ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിഖൻ വബൈത്തുൻ ഫീ വസത്തിൽ ജന്നതി ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹ വബൈത്തുൻ ഫീ അഅലൽ ജന്നതി ലിമൻ ഹസന ഖുലുഖുഹു സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അന സഈമുൻ ബിബൈത്തിൻ, ഞാനൊരു വീടിന് ഞാൻ ഗ്യാരണ്ടിയാണ്, ഫി റബ്ദിൽ ജന്ന, സ്വർഗത്തിന്റെ പരിസരത്ത്, സ്വർഗത്തിന്റെ മുറ്റത്ത് അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ചുറ്റുള്ള സ്ഥലത്ത്. ആർക്ക്? ലിമൻ തറക്കൽ മിറാഅ, തർക്കം ഉപേക്ഷിച്ച ആൾക്ക്, വഇൻ കാന മുഹിഖൻ, അവൻ ഹക്കാണ് അവന്റെ ഭാഗത്തുള്ളതെങ്കിലും അവൻ തർക്കിക്കാൻ തയ്യാറല്ല, ഞാൻ തർക്കത്തിനില്ല, ഈ എന്താ വെച്ചാൽ കൂട്ടിക്കോ എന്ന രീതിയിൽ അവൻ പിന്മാറുകയാണെങ്കിൽ, അതാണ് ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിഖൻ, എനിക്ക് ഞാൻ തർക്കിച്ച് ബോധ്യപ്പെടുത്തണമെന്നില്ല. അങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടാവും. ചിലയിടത്ത് തർക്കം ആവശ്യമാവും, ഹക്ക് ബോധ്യപ്പെടുത്താൻ ചില സമയത്ത് തർക്കം ആവശ്യമാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെയൊക്കെ മര്യാദകൾ പറഞ്ഞിട്ടുണ്ട്. വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ എന്ന് പറയുന്ന വളരെ ഗൗരവത്തിൽ ചില വിഷയങ്ങള്, പിന്നെ എന്താ പറഞ്ഞത്, PM ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഹക്ക് സ്ഥാപിക്കാൻ വേണ്ടി ചില സമയത്ത് ചിലപ്പോൾ നമ്മൾ പറയേണ്ടി വരും. ആ വിഷയങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്, വെറുതെ വാക്കുമ്പോൾ പിടിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ഒരുവിധം പ്രബുദ്ധരായ എല്ലാ ക്ലാസ്സും കേൾക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അറിയുന്നത് വീണ്ടും വിശദീകരിച്ചിട്ട് വെറുതെ വാദം സ്ഥാപിക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയാം, ആവശ്യമില്ലാത്ത സ്ഥലത്ത് വെറുതെ തർക്കിക്കാൻ നിൽക്കരുത്. അതാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മോട് പറയുന്നത്. അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാരാണ് അള്ളാഹുവിന്റെ റസൂൽ ഇത് പറയുന്നത്. വബൈത്തുൻ ഫീ വസത്തിൽ ജന്നതി ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹ, അതേപോലെ തമാശ പറയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കളവ് പറഞ്ഞു, അങ്ങനത്തെ ആ തമാശ ഞാൻ പറയുന്നില്ല, അതിനുവേണ്ടി കളവ് പറയേണ്ടി വരികയാണെങ്കിൽ ആ കളവ് ഒഴിവാക്കിയിട്ട് കളവിനൊരാൾ ഒഴിവാക്കിയാൽ, ഒരാൾ കളവിനെ പൂർണ്ണമായി ഒഴിവാക്കി തമാശയിൽ പോലും കളവ് പറയാതെ വളരെ സൂക്ഷ്മതയോട് ജീവിച്ചാൽ അവന് ഞാൻ സ്വർഗത്തിൽ വസത്തിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഞാനൊരു വീട് ഞാൻ അവന് ചോദിച്ചു വാങ്ങിക്കൊടുക്കും എന്ന് റസൂലുള്ളാഹി. അതേപോലെ നല്ല സ്വഭാവമുള്ള ഒരാൾക്ക് ഞാൻ സ്വർഗത്തിന്റെ ഉന്നതമായ ഭാഗത്ത് ഒരു വീട് ഞാൻ വാങ്ങിക്കൊടുക്കും. ഞാൻ സഈമുൻ, ഞാനതിന് വാദിക്കും, അല്ലെങ്കിൽ ഞാനതിന് ഗ്യാരണ്ടിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. അപ്പൊ ഇതൊക്കെ വലിയ ഗൗരവത്തോടു കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നന്നായിരുന്നു എന്ന് എന്തെങ്കിലും പറയില്ല. ഇത് നമ്മൾ ഷഖിയോ സഈദോ എന്ന് തീരുമാനിക്കുന്ന വിഷയം പോലെയാണ് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് സ്വർഗമുണ്ട്, നിങ്ങൾ തർക്കം ഉപേക്ഷിച്ചാൽ, നിങ്ങൾക്ക് സ്വർഗമുണ്ട്, നിങ്ങൾ കോമഡി പറയൽ ഒഴിവാക്കിയാൽ, നിങ്ങൾക്ക് സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിങ്ങൾക്ക് വീട് ഞാൻ വാങ്ങിച്ചു തരാം, നിങ്ങൾ സ്വഭാവം നന്നാക്കിയാൽ എന്നൊക്കെ പറയുമ്പോ നിങ്ങളുടെ ഇഹപര വിജയത്തിന്റെ മാനദണ്ഡം തന്നെ പലപ്പോഴും എന്താണ്? നിങ്ങൾ തർക്കിക്കുന്നവനാണോ, വെറുതെ കോമഡിയും പറഞ്ഞ് നടത്തുന്നവനാണോ, തോന്നിവാസിയാണോ എന്നതിനൊക്കെ ആശ്രയിച്ചാണ്. അപ്പൊ സ്വഭാവം നന്നാവലും തർക്കം ഒഴിവാക്കലും കള്ളം പറയാതിരിക്കലും ഒക്കെ നമ്മുടെ സ്വർഗവും നരകവും തന്നെ തീരുമാനിക്കുന്ന വിഷയത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് എന്നാണ് ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ മറ്റുള്ള ആളുകൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള തമാശയും അതും ഹറാമായതാണ്. ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള തമാശ എന്ന് പറഞ്ഞാല്
ഹദീസിലുള്ള നേരെ നസ്ലിലേക്ക് നമുക്ക് പോകാം. ലാ യുശിർ അഹദുക്കും ഇലാ അഖിഹി ബിസ്സിലാഹ്, നിങ്ങളിൽ ഒരാളും തന്റെ സഹോദരനിലേക്ക് ആയുധം കൊണ്ട് ചൂണ്ടാൻ പാടില്ല. ഫഇന്നഹു ലാ യദ്രി ലഅല്ല ശൈത്താന യൻസഉ ഫി യദി, ചിലപ്പം കയ്യിലൂടെ ഒരു പക്ഷേ പിശാച് ആ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ച് ചിലപ്പോൾ അത് ഫയഖഉ ഫി ഹുഫ്റത്തിൻ മിനൻ നാർ, അങ്ങനെ അത് കാരണമായി ചിലപ്പോൾ അവൻ ഒരു തെറ്റിൽ പോകും. ചിലപ്പോൾ വെറുതെ തോക്കെടുത്തിട്ട് തമാശക്ക് ചൂണ്ടിയതായിരിക്കും, അറിയാതെ അവൻ്റെ നിന്ന് വെടിപൊട്ടും. നമ്മൾ പത്രത്തിൽ അങ്ങനത്തെ സംഭവങ്ങൾ കേട്ടിട്ടില്ല പലപ്പോഴും. അബദ്ധത്തിൽ വെടിപൊട്ടി സഹപ്രവർത്തകൻ മരിച്ചു, അല്ലെങ്കിൽ ജവാൻ മരണപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ തോക്കൊരുദാഹരണം, കത്തി കൊണ്ട് സംഭവിക്കാം, വെറുതെ വേറെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കാം, വെറുതെ ഒരു കയറെടുത്തിട്ടാവാം, ഏതാവട്ടെ. ഇവിടെ ആയുധമാണ് പ്രത്യേകം പറഞ്ഞത്. ആയുധം കൊണ്ട് സഹോദരനെ നേരെ ചൂണ്ടൽ അത് ഹറാമാണ്. അങ്ങനെ ചൂണ്ടിയാൽ ഒരു പക്ഷേ അബദ്ധത്തിൽ പിശാചിന്റെ ഭാഗത്ത് നിന്ന് അബദ്ധത്തിൽ ഒരു നിമിഷം മതിയല്ല മനസ്സ് മാറാൻ, അങ്ങനെ സംഭവിച്ചാൽ അത് നരകത്തിലേക്ക് വീഴാനുള്ള കാരണമാവും. അത് പാടില്ല. മൻ അശാറ ഇലാ അഖീഹി ബിഹദീദത്തിൻ ഫഇന്നൽ മലായികത തലഅനുഹു ഹത്താ യദഅ, ഒരാള് തന്റെ സഹോദരനിലേക്ക് ഇരുമ്പ് പോലുള്ള മൂർച്ചയുള്ള വല്ലത് കൊണ്ടും ചൂണ്ടിയാൽ ആ മനുഷ്യൻ അത് കയ്യിൽ നിന്ന് വെക്കുന്നത് വരെ, താഴെ വെക്കുന്നത് വരെ മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടിരിക്കും. വഇൻ കാന അഖാഹു ലി അബീഹി വ ഉമ്മിഹി, സ്വന്തം ഷഖീഖായ സഹോദരന് നേരെയാണെങ്കിലും, സ്വന്തം ഷഖീഖായ സഹോദരനെതിരെ നമ്മൾ ചൂണ്ടും, പക്ഷെ ഒരിക്കലും നമ്മൾ അവനെ ആക്രമിക്കൂല എന്ന് ഉറപ്പാണല്ലോ, ഒരിക്കലും നമ്മൾ അവനെ ആക്രമിക്കൂല എന്ന് ഉറപ്പാണ്. എന്നാലും ചൂണ്ടാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരിയും മുസ്ലിം ഒക്കെ റിവായത്ത് ചെയ്ത ഹദീസാണ്. എന്നൊക്കെ ഇങ്ങനത്തെ തമാശകളും കോമഡികളൊക്കെ നമ്മൾ ഒരുപാട് ക്ലിപ്പുകളിലൊക്കെ കാണാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും ഇങ്ങനെ അബദ്ധം സംഭവിക്കുന്നതും ഒക്കെ നമ്മൾ കാണും. പക്ഷെ ഇതൊക്കെ അല്ലാഹുവിന്റെ ദീൻ ഹറാമാക്കിയ തമാശകളാണ് എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കുക. അതേപോലെ അൽ മിസാഹുല്ലദീ തൻതഹിഖു ഫീ ഹുദൂദുല്ലാഹ്, അല്ലാഹുവിന്റെ ഹുദൂദുകളെ ലംഘിക്കുന്ന, ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി കളിക്കുക, വിശുദ്ധ ഖുർആനിനെ കളിയാക്കുക, ബാങ്കിനെ കളിയാക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കുക, സഹാബത്തിനെ കളിയാക്കുക, ഫിഖഹിന്റെ മസലകളെ കളിയാക്കുക, ഉലമാഇനെ, അല്ലാഹു ബഹുമാനിച്ച ആളുകളെ, ഔലിയാക്കളെ കളിയാക്കുക. ഇങ്ങനെ ഒരുപാട് അള്ളാഹുവിന്റെ ദീനിന്റെ ഹുദൂദുകള്, പരിധികള്, അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹു ബഹുമാനിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് കളിക്കുക അല്ലെങ്കിൽ തമാശയാക്കുക. ഇത് വളരെ ഗുരുതരമായ തമാശയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇൻസഅൽതഹും ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ് ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅ്തദിറൂ ഖദ് കഫർതും ബഅദ ഈമാനികും എന്ന് സൂറത്തുൽ തൗബയിൽ മുനാഫിഖീങ്ങളെ കുറിച്ച് പറയുന്നു. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചും മറ്റൊക്കെ അവർ കളിയാക്കി, അവർ പലതും ആക്ഷേപിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ആ സംഭവം അവരോട് പറഞ്ഞപ്പോ ഞങ്ങൾ വെറുതെ തമാശക്ക് പറഞ്ഞതല്ലേ എന്ന് അവർ പറഞ്ഞപ്പോ അള്ളാഹു ചോദിച്ചതാണ് എന്ത്? ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, നിങ്ങൾ കളിക്കാൻ കണ്ടത് അള്ളാഹുവിനെയും അവന്റെ ദൃഷ്ടാന്തങ്ങളെയും റസൂലിനെയുമാണോ എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനോട് ചോദിക്കുകയാണ്. ലാ തഅ്തദിറൂ, നിങ്ങൾ അങ്ങനെ കാരണമൊന്നും പറയണ്ട, ഖദ് കഫർതും ബഅദ ഈമാനികും, മുഅ്മിനായതിനു ശേഷം കുഫറിന് ഇടയായ ഒരു സംഭവമാണ് എന്ത്? യഥാർത്ഥത്തിൽ മുർത്തദായി പോകുന്ന കാര്യങ്ങളാണ്. ചില തമാശകൾ കാരണം നമ്മൾ മുർത്തദായി പോകും. അപ്പൊ അതിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ ദീനുമായിട്ട് കളിക്കുക, ദീനിന്റെ ഷിആറുകളുമായി കളിക്കുക, അള്ളാഹു ബഹുമാനിച്ച ആളുകളുമായി കളിക്കുക, ഇസ്ലാമിന്റെ വിധികളുമായി കളിക്കുക, ബാങ്കുമായി കളിക്കുക, മലക്കുകളെ കൊണ്ട് കളിക്കുക, തമാശയാക്കുക. അവിടെയൊക്കെ നമ്മൾ പലപ്പോഴും പല തമാശകളും പലരും പറയാറുണ്ട്. അതൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യേണ്ട ബാബുകളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ പറയുന്ന ആളുകളുടെ അടുത്ത് പോയിരിക്കാൻ പോലും പാടില്ല എന്ന് അള്ളാഹു തന്നെ നേരിട്ട് വിശുദ്ധ ഖുർആനിൽ പറയുന്നു. ഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅഅ്രിദ് അൻഹും ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരി വഇമ്മാ യുൻസിയന്നക അശ്ശൈത്വാനു ഫലാ തഖഉദ് ബഅദ അദ്ദിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ. ഇങ്ങനെ ആവശ്യമില്ലാത്ത അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും മറ്റു കാര്യങ്ങളിലും ഖുർആനിലും ഒക്കെ ആക്ഷേപത്തിന്റെ സ്വരത്തില് അല്ലെങ്കിൽ നിരൂപണത്തിന്റെ ഭാഷയിലൊക്കെ സംസാരിക്കുന്ന ആളുകളുടെ സംസാരമൊക്കെ കേട്ടാൽ ആ സദസ്സിൽ തന്നെ പോയിരിക്കരുത്. ഒരുപക്ഷെ പിശാച് നിങ്ങൾ ശ്രദ്ധ തെറ്റിച്ച് ചിലപ്പോൾ അതൊക്കെ കേൾക്കാനും അതിലേക്കൊക്കെ ശ്രദ്ധ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനത്തെ ആളുകളുടെ ഇടയിൽ അബദ്ധത്തിൽ ഇരുന്നാൽ പെട്ടെന്ന് അവിടുന്ന് പോരണം എന്നൊക്കെ ഒരു മര്യാദയായി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നേരിട്ട് ഉപദേശിക്കുകയാണ്. വഇമ്മാ യുൻസിയന്നക ശൈത്താൻ ഫലാ തഖഉദ് ബഅദ അദ്ദിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ, ഇങ്ങനത്തെ ളാലിമീങ്ങളായ ആളുകളുടെ കൂടെ നിങ്ങൾ ഇരുന്നു പോകരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. അപ്പൊ അതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. فقد نزل عليكم في الكتاب إذا سمعتم ഇൽമു പഠിക്കാനുള്ള, അല്ലാഹുവേ അറിവ് നുകരാനുള്ള മനസ്സ് നീ കൊടുക്കണേ തമ്പുരാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഏതായാലും അബ്ദുൽ ബാരി ഹുദവി ഉസ്താദ് DC ആയെന്ന് തോന്നുന്നല്ലേ? ഹുദവി ഉസ്താദ് കേൾക്കുന്നുണ്ടോ? അബ്ദുൽ ബാരി ഹുദവി ഉസ്താദ് കേൾക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് പോകുന്ന എന്തായാലും അൽഹംദുലില്ലാഹ് വളരെ മനോഹരമായ നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു നാം എല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമാണ് ഉസ്താദ് അവറുകൾ നമുക്ക് ചൂണ്ടിക്കാട്ടിയിരുന്നത്. അൽഹംദുലില്ലാഹ് വളരെ പഠനാർഹമായ നല്ലൊരു വിഷയമാണ്. ഏതായാലും ഉസ്താദ് അവറുകൾ ഇപ്പോൾ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഉസ്താദ് എത്തിയാൽ മൈക്കിൽ വരണം. നേരത്തെ ഷാഫി അറിയാതെ മൈക്കിൽ വന്നതാണെന്ന് തോന്നുന്നു. അൽഹംദുലില്ലാഹ് ഉസ്താദ് എത്തിയാൽ റൈസാൻ ചെയ്യണം. ഉസ്താദ് എത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നൂർഫീസ് ഉസ്താദ് അറിയുന്ന മൈക്കിൽ വരും. ഉസ്താദ്മാരെ മൈക്കിൽ വരും. നൂർഫീസ് ഉസ്താദ് കേൾക്കുന്നില്ലേ? ഉസ്താദ്മാരെ അതിലൊക്കെ മൈക്കിൽ വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മൈക്കിൽ വരണം. മൈക്കിൽ റിലീസ് ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ അബ്ദുൽ ബാരി ഹുദവി അദ്ദേഹം DC ആയതാണ്. ഞാൻ ഒന്ന് വിളിച്ചോടത്താം. DC ആയതാണെന്നാ മനസ്സിലാണത്. എത്തിയില്ലേ? താഴെ എത്തിയില്ലല്ലോ. ഹലോ, വലൈക്കും സ്സലാം. ഈ DC ആയതാ ഒന്നുകൂടി വന്നത്. ഇപ്പൊ കണക്ഷൻ ഇല്ലപ്പോ എന്നാ വന്നാ റീസെന്റ് ചെയ്യുന്നുണ്ട് കേട്ടാ. അപ്പോ ഷംസുദ്ദീൻ ഫൈൽ എന്നാ മൈക്കിൽക്കൊന്ന് വരും. എനിക്ക് മൊത്തത്തിൽ ഇങ്ങനെ ഒരു കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സുഖമില്ലാത്തൊരു അവസ്ഥയുള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കൂടുതൽ മൈക്കിൽക്കൊന്നും വരാത്തത്. ഷംസുദ്ദീൻ ഫൈൽ മൈക്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് റെസ്റ്റന് ചെയ്യണം. അബ്ദുൽ ബാരി ഹുദവി പിന്നെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പിന്നെ നെറ്റ് ഡിസ്കണക്റ്റ് ആയതാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഡിസ്കണക്ട് എന്ന് പറയാൻ ഇതില്ല, മറ്റേ നെറ്റ് തന്നെ പോയിട്ടുണ്ട് എന്ന്. എന്താണ് പിന്നെ കാരണം എന്ന് അറിയുന്നില്ല. അദ്ദേഹം വന്നിട്ട് റൈസെന്റ് ചെയ്യും. അദ്ദേഹം വന്നാൽ റൈസെന്റ് ചെയ്യും. അപ്പോ ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട നല്ലൊരു വിഷയമായിരുന്നു അല്ലെ? നല്ലൊരു വിഷയമായിരുന്നു. തമാശ, അനുവദിക്കപ്പെട്ട തമാശ, അനുവദിക്കപ്പെടാത്ത തമാശ, അങ്ങനെ ഉള്ള നല്ലൊരു വിഷയത്തെ സംബന്ധിച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ അദ്ദേഹം ലൈനിൽ വന്നാൽ ഇൻഷാ അല്ലാഹ് അദ്ദേഹം റൈസെന്റ് ചെയ്യും. അപ്പോൾ മൈക്ക് നമുക്ക് ഒഴിവാക്കി കൊടുക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു അച്ചൂരി ഫൈസിന്റെ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം വന്നതിന് ശേഷം അതിലേക്ക് ആ റെക്കോർഡ് പ്ലേ ചെയ്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയും ചെയ്യണം. അച്ചൂരി ഫൈസി എന്താ? അച്ചൂരി ഫൈസിയാണ് സാധാരണ വിലയിരുത്താറുള്ളത്. ഇൻഷാ അല്ലാഹ് അച്ചൂരി ഫൈസി മൈക്കിലേക്ക് പറ്റാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാരെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെയും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സേവനമായിട്ട് അല്ലാഹു നമ്മിൽ നിന്ന് ഇതൊക്കെ അംഗീകരിക്കുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചുള്ള വളരെ നല്ല രീതിയിലുള്ളൊരു സമർത്ഥനം, ഒരു വിശദീകരണം ഒക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഹുദവിയുടേത്. അദ്ദേഹം അല്ലേ എത്തിയിട്ടുള്ളത്? മൈക്ക് വന്നല്ലേ?
ഓക്കെ, ഞാൻ മൈക്കിൽ പറഞ്ഞു, അദ്ദേഹം തന്നെ മൈക്കിൽ വരും ഇൻഷാ അല്ലാ. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. എന്താ അറിയില്ല, പെട്ടെന്ന് കട്ടായി പോയി. അപ്പോ നമ്മള് തമാശയെ കുറിച്ച് പറഞ്ഞിരുന്നത് പെട്ടെന്ന് കട്ടായി, ഇവിടെയൊക്കെ ശരിയായി ശ്രദ്ധ മാറിപ്പോയി. ഓക്കെ, നമ്മളിനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ചില നർമ്മരംഗങ്ങളും അതുപോലെ സഹാബത്തിന്റെ ജീവിതത്തിലുണ്ടായ ചില തമാശകളും ഒക്കെ പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാ ഈ വിഷയം അവസാനിപ്പിക്കാം. ഇപ്പോ ഇൻഷാ അല്ലാ സമയമുണ്ടല്ലോ അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തമാശകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തമാശകൾ ഉണ്ടെങ്കിൽ അധികം ഹറാമായ തമാശകളായിരിക്കും. നമ്മള് വലാ തുസക്കു അൻഫുസക്കും നഹ്നു അഅലമു ബിമൻ ഇത്തഖ എന്ന് അല്ലാഹു പറയുന്നത്, നിങ്ങളാരും ഉഷാറാ നിങ്ങൾ പറയണ്ട, എനിക്കറിയാം നിങ്ങളെ ഓരോരുത്തരുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാവുന്ന. നമുക്ക് എപ്പോഴും വരുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഉഷാറാന്നൊരു ധരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. നമ്മുടെ നേതാക്കന്മാർ ഉഷാറാണ്, നമ്മളെ ഒക്കെ ഉഷാറാണ്, പക്ഷെ ഞാൻ മോശം. നമ്മളെപ്പോഴും സ്വന്തം അള്ളാഹുവിനോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ ആ ഒരു മനസ്സോടുകൂടി ജീവിക്കുമ്പോഴേ നമ്മെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എപ്പോഴും നമ്മളൊരാളുടെ തണലിലായി എന്നത് വലിയ തൗഫീഖാണ്, അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. പക്ഷെ അതേസമയം നമ്മൾ നമ്മെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, ഞാന് മോശപ്പെട്ട എന്താണ് എല്ലാം താഫു അന്നി എന്നുണ്ടല്ലോ, അത് ബൈത്തൊന്നും മനസ്സിൽ വരുന്നില്ല. എന്നീല ഷർറ് എന്താണ് എല്ലാം താഫു അന്നി, അള്ളാഹുവെ നീ അഫ്വ ചെയ്തില്ലെങ്കിൽ ഞാൻ ഏറ്റവും മോശപ്പെട്ട അടിമയാണ് എന്നൊരു ബൈത്തുണ്ടല്ലോ. ആ ഒരു ചിന്തയിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ നമ്മുടെ ഓരോ സംസാരത്തിൽ വരുന്ന പാകപ്പിഴവുകൾ, തമാശയില് അല്ലെങ്കിൽ കളവ് പറയുന്നതിൽ ഞാൻ എത്രമാത്രം മുന്നിലാണ് എന്നൊക്കെ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതം എന്നോ ശരിയായിട്ടുണ്ടെന്നുള്ള രീതിയിൽ ജീവിച്ചു പോകുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മെ എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. ഏതായാലും അള്ളാഹു നമ്മയൊക്കെ ശുദ്ധീകരിക്കുമാറാകട്ടെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ചില നർമ്മരംഗങ്ങളിൽ പെട്ട ഒന്നാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തൊരിക്കൽ സുഹൈബ് റളിയല്ലാഹു അൻഹു വന്നു. അങ്ങനെ സുഹൈബ് റളിയല്ലാഹു അൻഹു വന്നപ്പോ മഹാനവറുകൾ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഈത്തപ്പഴം ഉണ്ട്, അതുപോലെ റൊട്ടി ഇരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഹൈബ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, വരൂ ഇവിടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കൂന്ന് പറഞ്ഞു. അങ്ങനെ മഹാനവറുകൾ ഭക്ഷണത്തിന് ക്ഷണിച്ചു. അങ്ങനെ മഹാനവറുകൾ വന്ന് ഇരുന്ന് കഴിക്കാൻ തുടങ്ങിയത് നേരെ ഈത്തപ്പഴമാണ് മഹാനവറുകൾ എടുത്ത് കഴിക്കാൻ തുടങ്ങിയത്. ഈത്തപ്പഴം എടുത്ത് കഴിച്ചു തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ബിഐനിക റമദൻ, നിന്റെ കണ്ണിന് റമദുണ്ട്, ചെങ്കണ്ണുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തമാശയിൽ ചോദിച്ചു. എന്ന ബൈത്താണ് നേരത്തെ ചിന്തിച്ചിട്ട് കിട്ടാതിരുന്നത്, അവിടെ ഒരു ടെക്സ്റ്റ് അടിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ജസാക്കല്ലാഹു ഖൈർ. അപ്പോ ഇന്ന ബിഐനിക റമദൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിന്ന് രണ്ട് ഭക്ഷണം ഇരിക്കുന്നുണ്ട്, ഈത്തപ്പഴം ഇരിക്കുന്നുണ്ട്, റൊട്ടി ഇരിക്കുന്നുണ്ട്. ഈ സുഹൈബ് റളിയല്ലാഹു അൻഹു എടുത്തത് എന്താണ്? ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ അറബികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉള്ള സാധനമാണ്. റൊട്ടി എപ്പോഴെങ്കിലും കിട്ടുന്ന ഭക്ഷണമാണ്. നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയല്ല. നമ്മളെ വീട്ടിലിപ്പോ വാങ്ങിയ സാധനങ്ങളോ അതോ എന്തെങ്കിലും ചക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടയ്ക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നേരെ ഇറച്ചിയും പത്തിരി ആകുമ്പോൾ അത് സംതിങ് സ്പെഷ്യലാണ്. അപ്പൊ നമ്മൾ ഗസ്റ്റിനെ ക്ഷണിച്ചാൽ നമ്മുടെ ആഗ്രഹം എന്തായിരിക്കും? ഗസ്റ്റ് ഇറച്ചിയും പത്തിരിയും തിന്നട്ടെ എന്നാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായും ചോദിക്കും, നമുക്ക് കണ്ണ് കണ്ണില്ലേ, എന്താ എടുക്കാത്തത് എന്ന രീതിയിൽ ഞങ്ങൾ തമാശക്ക് ചോദിച്ചു, എന്ത് എന്റെ കണ്ണിൽ ചെങ്കണ്ണുണ്ടോ? അപ്പൊ ഫഖാൽ, മഹാനവറുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നമാ അക്കുലു മിനൻ നാഹിയത്തിൽ ഉഖ്റ, ഞാൻ നബി തങ്ങളുടെ മുന്നിലായിരിക്കും ഒരു പക്ഷേ ഈ റൊട്ടി ഇരിക്കുന്നത്. അപ്പൊ നബിയുടെ മുന്നിൽ നിന്ന് എടുക്കണ്ടെന്ന് വിചാരിച്ചു ഞാൻ മറ്റേ സൈഡിൽ നിന്ന് എടുത്തു തുടങ്ങിയതാണ്, നബിയെ ഞാൻ കഴിച്ചോളാം എന്ന് മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ അവിടെ എനിക്ക് ചെങ്കണ്ണുണ്ടോ എന്നൊരു വാക്ക് പറഞ്ഞത് ഒരു നർമ്മ രംഗമായിട്ടാണ് മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു തോന്നിയത്. അപ്പൊ സുഹൈബ് റളിയല്ലാഹു അൻഹു മറുപടി നബിക്കും ഒരു തമാശയായിട്ടുണ്ട്, ഇന്നമാ അക്കുലു മിനൻ നാഹിയത്തിൽ ഉഖ്റ, ഞാൻ ഇപ്പറന്ന് ഇങ്ങനെ തുടങ്ങിയതാ നബി എന്ന് പറഞ്ഞപ്പോ ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അത് കേട്ടപ്പോൾ നബിക്ക് പുഞ്ചിരി വന്നു, നബി തങ്ങൾ ചിരിച്ചു. അതൊരു സ്വാഭാവികമായൊരു സൗഹൃദത്തിന്റെ ഭാഷയിലുള്ള ഒരു നർമ്മം ഹദീസിൽ വന്ന ഒരു സംഭവമാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മളിതൊക്കെ കേട്ടതായിരിക്കും ഈ പറയാൻ പോകുന്നത്. യാ റസൂലല്ലാഹ്, ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു വാഹനം തരണം നബിയെ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നാ ഹാമിലുക അലാ വലദിനാഖ, നമ്മളൊരു ഒട്ടകക്കുട്ടിന്റെ മേലെ നിങ്ങൾക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അത് അറേഞ്ച് ചെയ്ത് തരാന്ന് പറഞ്ഞു. ഒരു ഒട്ടകക്കുട്ടി മതിയാവോന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു, മാസ് നബി വലദിനാഖ, ഒട്ടകക്കുട്ടിനെ കിട്ടിയിട്ട് എന്താ കാര്യം നബിയെ? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വഹൽ തലിദുൽ ഇബൽ ഇല്ല നൂഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒട്ടകം പറ്റതൊക്കെ ഒട്ടകക്കുട്ടി തന്നെയല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമാശയിലൂടെ സഹോദരന് മറുപടി പറഞ്ഞു കൊടുത്തു. അതൊക്കെ തമാശയാണ്, അതേസമയം അതിലൊന്നും ഒരു കലർപ്പുമില്ലാത്ത രസകരമായ സംഭവങ്ങളാണ്.
മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബിയുടെ സേവകനായി ജീവിതം കുറെ കാലം 10 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സേവകനായി ഖാദിമായി ജീവിച്ച ആളാണ്. പലപ്പോഴും നബി തങ്ങൾ എന്നെ വിളിച്ചിരുന്നത് യാ ദൽ ഉദ്നൈൻ, ഇരട്ട ചെവിക്കാര ബടവാന്ന്, യാ ദൽ ഉദ്നൈൻ, ഇരട്ട ചെവിക്കാര എന്ന് വിളിച്ചിരുന്നു. അതിൽ പുതിയതൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും 2 ചെവി തന്നെയാണ്. എന്നാലും നബി എന്നെ എങ്ങനെ ഇടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ഔഫ് ഇബ്നു മാലിക് അൽ-അസ്ജഈ അദ്ദേഹം പറയാണ്, അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളുടെ അടുത്ത് ഇരിക്കെ ചെന്നു. തബൂക്ക് യുദ്ധം നടക്കുന്ന സമയത്താണ്. അപ്പൊ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെറിയ കുബ്ബ ഉണ്ടാക്കിയിട്ട് അതിന്റെ ചോട്ടിൽ ഇങ്ങനെ വിശ്രമിക്കാൻ. ആ സമയത്ത് ഞാൻ ചെന്നിട്ട് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, നബിയോട് സലാമൊക്കെ പറഞ്ഞ് ഞാനോട് കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചെന്നു സലാം പറഞ്ഞു. ഫറദ്ദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം അടക്കി. വഖാല, എന്നിട്ട് പറഞ്ഞു ഉദ്ഖുൽ, കയറിക്കോന്ന് പറഞ്ഞു. ഫഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു കുല്ലി യാ റസൂലല്ലാഹ്, ഞാൻ മുഴുവനായിട്ടുണ്ട് കയറണോ എന്ന് ചോദിച്ചു. ഖാല കുല്ലുക, മുഴുവനായിട്ടുണ്ട് പോരെ. ഫദഖൽതു, അപ്പൊ ഞാൻ കയറി. ഈ ഉസ്മാൻ ഇബ്നു അബി അത്താഖ് റാവി പറയാണ്, ഇയാൾ ചോദിച്ചത്, ഈ സഹാബി അദ്ഖുലു കുല്ലി, ഞാൻ മുഴുവനായിട്ടുണ്ട് കയറട്ടെ എന്ന് ചോദിച്ചത്, നബി ഇരുന്നിരുന്നത് ഒരു ചെറിയൊരു കുബ്ബയുടെ ചോട്ടിലാണ്. അവിടെ 2 ആൾക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ല. മാത്രമല്ല ഈ ഔഫ് ഇബ്നു മാലിക് അൽ-അസ്ജഈ എന്ന് പറയുന്ന സഹാബി അത്യാവശ്യം നല്ല തടിയുള്ള ആളായിരുന്നു. ഞാൻ മുഴുവനാണ് കൊള്ളോ എന്ന് നബിയോട് തമാശയിൽ ചോദിച്ച ഒരു രംഗം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. കുല്ലി, ഞാൻ മുഴുവനായിട്ടാണ് പോരണോ, എന്നെ ഫുള്ളായിട്ട് കൊള്ളോ എന്ന് നബിയോട് തമാശയിൽ ചോദിച്ച രംഗം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം അഹ്മദ് റിവായത്ത് ചെയ്ത ഹദീസാണ്. കഅബ് ഇബ്നു മുർറ ഒരിക്കൽ പറഞ്ഞു, സമയത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറയുന്നത് ഞാൻ ഒരിക്കൽ കേട്ടു, ഇർമു, ഒരു യുദ്ധത്തിന്റെ സമയത്തായിരിക്കും, നിങ്ങൾ അമ്പെയ്ത് കൊള്ളുക, മൻ ബലഗൽ അദുവ ബിസഹ്മിൻ റഫഅഹു അല്ലാഹു ബിഹി ദറജ, നിങ്ങൾ ആരെങ്കിലും ശത്രുവിനെ അമ്പെയ്തിട്ട് ശത്രുവിന് കൊണ്ടു കഴിഞ്ഞാൽ അള്ളാഹു അവനൊരു ദറജ അവൻ ഉയർത്തി കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഇബ്നു നമ്മാം എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ് വമ ദറജ, എന്താണ് ഈ ദറജ, ഒരു പടി എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് വളരെ നർമ്മത്തോട് പറയണേ, അമാ ഇന്നഹാ ലൈസത്ത് ബിഅതബത്തി ഉമ്മിക, നിന്റെ വീട്ടിലെ ഉമ്മറപ്പടി പോലത്തെ പടിയല്ല ഉദ്ദേശിക്കുന്നത്, വലാകിൻ മാ ബൈന ദറജതൈനി മിഅതു ആം, 2 പദവികൾ, ഒരു ദറജ എന്ന് പറഞ്ഞാൽ ആ ദറജയിൽ നിന്ന് അടുത്ത ദറജയിലേക്ക് 100 വർഷത്തെ വഴിദൂരമുണ്ട്. അത്രയും വലിയ സ്ഥാനത്തിന്റെ വ്യത്യാസമുണ്ട്. ആ ദറജൻ അല്ലാതെ എന്റെ എന്റെ കളിയല്ല എന്ന് പറയില്ല നമ്മൾ തമാശക്ക്. എന്നതുപോലെ എന്റെ വീട്ടിലെ ആ ഉമ്മറപ്പടി അത്തബത്തല്ല, ഉമ്മറപ്പടി അല്ല ഉദ്ദേശിച്ചത്, ആ പടിയല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തമാശയിലൂടെ മറുപടി പറഞ്ഞു കൊടുത്തു എന്നാണ്. അതേപോലെ മറ്റു സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ബാദിയത്തിൽ നിന്ന്, അതായത് ഈ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന്, പട്ടണമല്ലാത്ത ബാദിയത്ത് ഉൾപ്രദേശങ്ങളിൽ നിന്നൊക്കെ ചില സഹാബികൾ, അറാബികളായ ചില ആളുകളൊക്കെ നബിയെ സ്ഥിരം കാണാനൊക്കെ വരാറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടുന്ന് വരുമ്പോ അവിടുത്തെ ഓരോ സാധനങ്ങളായിട്ട് വരും. ഇപ്പൊ നമ്മളൊരു കർഷകനായ ഒരാളാണ്, ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ആൾ വരുമ്പോ വെള്ളരിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മത്തനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആൾ കൊണ്ടുവരിക. നേരെ മറിച്ച് അല്ലാത്ത ആൾക്കാരാണ് വരുന്നത്, നമ്മൾ അങ്ങാടി കൂടെ ഒക്കെ വരുന്ന ആളാണെങ്കിൽ ആൾ കടയിൽ കയറിയിട്ട് വല്ല ചിപ്സിന്റെ പാക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കൃത്രിമമായ നമ്മളൊക്കെ സാധാരണ കാണുന്നതാണ്. നമ്മളെല്ലാവരും ഇപ്പൊ നമുക്ക് അതേ മാർഗമുള്ളൂ. ഇപ്പൊ എവിടെയൊക്കെ പോവുകയാണെങ്കിൽ കടയിൽ എത്തുന്നതിന്റെ തൊട്ട് മുന്നത്തെ അങ്ങാടിയിലൊന്ന് സൈഡാക്കിയിട്ട് അവിടുന്ന് എന്താ നല്ലൊരു ബേക്കറി ഉണ്ടെന്ന് അവിടുന്ന് എന്തെങ്കിലും മേടിക്കും നമ്മള്. ഇത് ബാധ്യത്തിൽ നിന്നുള്ള നമ്മൾ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, ഒരു പരസ്പരം വിരുന്ന് പോകുമ്പോൾ അവരുടെ വീട്ടിൽ കൃഷി ചെയ്ത സാധനങ്ങൾ കൊണ്ടുപോകുമായിരുന്നു. അതിനൊക്കെ വല്ലാത്തൊരു എന്താ പറയാ ഒരു ഊഷ്മളത ആ വരവിനും ആ സ്വീകരിക്കുന്നതിനും ആ കൊടുക്കുന്നതിനൊക്കെ. അത് റിയലാണ്, ഉള്ളത് നേന്ത്രപ്പഴം കൊടുക്കാറുണ്ടെന്നാണ് ചിലർ എഴുതി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വീട്ടിൽ കൊലച്ചൊരു കൊലയാണെങ്കിൽ അതിനൊക്കെ വല്ലാത്തൊരു സന്തോഷമായിരിക്കും, കൊടുക്കുന്നവനും അത് കിട്ടുന്നവനും. അങ്ങാടി നിന്ന് ചിലപ്പോൾ അതിലും നല്ലതൊക്കെ കിട്ടുമായിക്കാരം. പക്ഷെ ഞങ്ങൾ വീട്ടിലുണ്ടായ പയറാണെന്ന് പറഞ്ഞിട്ടൊരു ചാക്ക് വേണ്ടെന്ന് 1 കിലോ പയറ് കൊടുത്താൽ അതിലൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. എന്നതുപോലെ മഹാനായ സാഹിർ എന്ന് പറയുന്ന സഹാബി നബിയെ കാണാൻ ചെല്ലുമ്പോ അവിടെ നിന്നുള്ള ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടും മറ്റൊക്കെ ആയിട്ട് നബിയുടെ അടുത്തേക്ക് പോവാം. അതുകൊണ്ട് നബി ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത്, നിങ്ങളെ നമ്മളുടെ ഗ്രാമമാണ്, ഇന്ന സാഹിർ ബാദിയത്തുന വനഹ്നു ഹാദിറൂഹു, തിരിച്ചു പോകുന്ന സമയത്ത് അങ്ങാടിയിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ നബി തിരിച്ചും മഹാനായ സാഹിർ റളിയല്ലാഹു അൻഹു തിരിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പൊ ഈ സാഹിറിനെ കുറിച്ച് പറയലിതാണ്, നമ്മുടെ ഗ്രാമം വരുന്നുണ്ട്, അതിന് എന്ത് നല്ല ട്രാൻസ്ലേഷൻ ഒക്കെ പറയാൻ കഴിയെങ്കിൽ അത്ര രസമുണ്ടാവും കേൾക്കാൻ. ഇന്ന സാഹിർ ബാദിയത്തുന, നമ്മുടെ ഗ്രാമം നമ്മുടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവിടുത്തെ സാധനം എനിക്ക് കിട്ടുന്നത് മൂപ്പരിലൂടെയാണ്, ഇവിടുത്തെ സാധനം മൂപ്പർക്ക് കിട്ടുന്നതിന് ഞാനാണ് കാരണം. അപ്പൊ അതിനൊരു പ്രത്യേക രീതിയിൽ നബി തങ്ങൾ അവതരിപ്പിച്ചു. ഈ സാഹിറുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരിക്കൽ മഹാനായ സാഹിർ അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം കച്ചവടം ചെയ്തിട്ട് എന്തോ സാധനം വിൽക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്
നേരെ പുറകിൽ നിന്ന് ചെന്നിട്ട് മഹാനായ ആരെ പിടിച്ചു? ഈ സാഹിർ എന്ന് പറയുന്ന ഈ സഹാബിയെ പിന്നിൽ നിന്ന് പിടിച്ചു. അപ്പോ സാഹിറിന് അറിയില്ല നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ഒരു സൗഹൃദം നിങ്ങൾ ആലോചിച്ച് നോക്കി. നബി തങ്ങളാണെന്ന് അറിയില്ല. അദ്ദേഹം പറഞ്ഞു, വിടൂ, അർസിൽനി മൻഹാദ, ആരായത്, എന്നെ വിടൂ എന്ന് പറഞ്ഞു. ഫൽതഫത, എന്നിട്ട് തിരിഞ്ഞു നോക്കി. അറഫൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അറഫൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മൂപ്പർക്ക് മനസ്സിലായി ഇത് നബിയാണ്. അങ്ങനെ അപ്പൊ മൂപ്പര് കുറച്ചുകൂടി നബിയോട് നബിയാണെന്ന് മനസ്സിലായപ്പോ ചേർന്ന് അങ്ങനെ തന്നെ നിന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തൊന്നും വിടാതെ നബി തങ്ങൾ അവിടെ ഉറക്കെ ചോദിച്ചു, അങ്ങടിയിലാണുള്ളത്, മയസ്തരി ഹാദൽ അബ്ദ്, മയസ്തരിൽ അബ്ദ്, ഈ അടിമയെ ആരാണ് വാങ്ങുന്നത്, ഈ അടിമയെ ആരാണ് വാങ്ങുന്നത് എന്ന് നബി തങ്ങൾ ചോദിച്ചു. ഫഖാല യാ റസൂലല്ലാഹ്. അപ്പോ സാഹിർ പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇദൻ വല്ലാഹി തജിദുനി കാസിദൻ, ഞാൻ ഇന്നൊന്നും വിറ്റാ വലിയ പൈസ ഒന്നും കിട്ടൂല, നമ്മളൊന്നും വലിയ വിലയുള്ള സാധനമല്ലട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്. ഞാൻ കാസിദാണ്, വലിയ ചെലവുള്ള മുതലല്ല, ഞാൻ ഇന്നൊന്നും അങ്ങനെ പെട്ടെന്ന് ആരും മേടിക്കൂല എന്ന് പറഞ്ഞപ്പോ അതിന്റെ ഇടയിൽ കൂടെ ഒരു കാര്യം കിട്ടുന്നുണ്ടോ നിങ്ങൾ? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലാകിൻ ഇൻദല്ലാഹി ലസ്ത ബികാസിദ്, സാഹിറേ, നീ അള്ളാഹുവിന്റെ അടുത്ത് അങ്ങനെ വിലയില്ലാത്ത ആളൊന്നും അല്ലട്ടോ. വലാകിൻ, വേറെ റിവായത്തില് വലാകിൻ ഇൻദല്ലാഹി അൻത ഗാലി എന്നും മറ്റൊരു റിവായത്തിൽ ഇമാം അഹ്മദ് റിവായത്തിന്റെ ഹദീസാണ്. സുബ്ഹാനല്ലാഹ്, അത്രമാത്രം വളരെ നിഷ്കളങ്ക, ഒരു മറയില്ലാത്ത നേതാവെന്നോ ഉടമയെന്നോ അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ഒരുപാട്, നമ്മളൊക്കെ ഒരുപാട് മറകൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് ഒരു നേതാവും അടിയും തമ്മിൽ. അതൊന്നുമില്ലാതെ വളരെ വളരെ സൗഹൃദത്തിന്റെ ഏറ്റവും നല്ല ഊഷ്മളമായ ഒരു രംഗാണ് നമുക്ക് ഈ ഹദീസിൽ നമുക്ക് കിട്ടുന്നത്. പിന്നിൽ നിന്ന് ചെന്ന് പിടിക്കുന്നു. അപ്പൊ ആ സമയത്ത് റസൂല് അബ്ദ് എന്നുള്ള വാക്യം അവിടെ പ്രയോഗിക്കുന്നുള്ളൂ, അവിടെ ഒരു വേറെ പദങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. വളരെ മാന്യമായി അടിമയാർക്ക് വേണമെന്ന് ചോദിക്കുന്നു. അപ്പൊ അവിടെ തിരിച്ച് ഞാൻ അങ്ങനെ വിലയുള്ള ആളെന്നല്ല നബി എന്ന് പറയും. അതിലൂടെ അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങൾക്ക് വിലയുണ്ട് എന്നുള്ള വലിയൊരു സന്തോഷം കേൾക്കുക. ഇങ്ങനെയൊക്കെ വളരെ ആത്മാവിന് എന്താ പറയാ, പുതിയൊരു ഉണർവ് കിട്ടുന്നു. അതോടൊപ്പം പരലോകത്തേക്കുള്ള വലിയൊരു ഒരു എന്താ പറയാ, വലിയൊരു വാഗ്ദാനമാണ് നബിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു സന്തോഷ വാർത്ത കൂടി മഹാനവറുകൾക്ക് കിട്ടുകയാണ് ഈ സൗഹൃദത്തിലൂടെ. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയൊക്കെ സ്വഭാവത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതേപോലെ ചെറിയ മക്കളോടൊക്കെ നബി തങ്ങൾ പലപ്പോഴും തമാശയിൽ അവരെ ചില പേരുകളൊക്കെ വിളിച്ചിരുന്നു. ഒരു കുട്ടിയുടെ പക്ഷി, വളർത്തുന്ന പക്ഷി ചത്തുപോയപ്പോ ആ കുട്ടി വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അബൂ തൽഹയുടെ ഒരു മകൻ ഉണ്ടായിരുന്നു, അബൂ ഉമൈർ എന്നാണ് ആ കുട്ടിയെ വിളിച്ചിരുന്നത്. അപ്പൊ നബി തങ്ങൾ ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് ഒരിക്കലും കുട്ടി എന്തിനാ കരയണമെന്ന് ചോദിച്ചപ്പോ ആ കുട്ടി കളിച്ചിരുന്ന കിളി അല്ലെങ്കിൽ പക്ഷി മരിച്ചുപോയി, ചത്തുപോയി എന്നൊക്കെ നമ്മൾ കിളികളെ കുറിച്ചൊക്കെ പറയല്ലേ. അപ്പൊ ഏതായാലും ആ കിളി ചത്തുപോയി എന്ന് പറഞ്ഞപ്പോ നബി തങ്ങളുടെ തമാശ കുട്ടിയോട് ഒരുപാട് തവണ അങ്ങനെ ആവർത്തി ആ കുട്ടിയെ കാണുമ്പോഴൊക്കെ പറയാറുണ്ടായിരുന്നു എന്നാണ്. യാ അബൂ ഉമൈർ മാ ഫഅലൻ നുഗൈർ, എന്ത് പറ്റി എന്റെ കുഞ്ഞിക്കിളിക്ക് എന്ത് പറ്റി ഉമൈറെ എന്ന് നബി തങ്ങൾ എപ്പോൾ കാണുമ്പോഴും ഇങ്ങനെ കുട്ടിയോട് തമാശ, എന്റെ കുഞ്ഞിക്കിളിക്ക് എന്ത് പറ്റി എന്ന് നബി തങ്ങൾ ഇങ്ങനെ കാണുമ്പോഴൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ കുട്ടികളായിട്ടൊക്കെ തമാശ പറയാൻ നമ്മളൊക്കെ ഒരു സാധാരണ ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ പ്രതീക്ഷിക്കുന്നത് കുട്ടികൾക്കും, അനുയായികൾ പ്രതീക്ഷിക്കുന്നത് അനുയായികൾക്കും, ഇനി വീട്ടിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തമാശകൾ നമ്മളൊക്കെ പറയാൻ പോകുന്നു ഇൻഷാ അല്ലാഹ്. അപ്പൊ വീട്ടിലുള്ളവർക്ക് പ്രതീക്ഷിക്കുന്നത് അവർക്കും ഒക്കെ കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു പ്രവാചകൻ എന്ന നിലക്ക് ഉമ്മത്തിന് നൽകേണ്ടതൊക്കെ നൽകുന്നതോടൊപ്പം സുഹൃത്തുക്കൾക്ക് നൽകേണ്ടത്, സമൂഹത്തിൽ ഓരോ വിഭാഗത്തിനും നൽകേണ്ടതൊക്കെ ഗൗരവമായിട്ടും തമാശയായിട്ടും ഒക്കെ നബി തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നബി തങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് ഈ ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമ്മൾ പറഞ്ഞു. ഇനി സഹാബത്തിന്റെ തമാശയുടെ ചില രംഗങ്ങൾ കൂടി നമുക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനെ കുറിച്ച് ഇമാം ബുഖാരി അദബുൽ മുഫ്രദിൽ പറയുന്ന ഒരു രംഗമുണ്ട്. സഹാബികളിൽ ചിലരൊക്കെ അവര് ഈ ബത്തീഖ്, നമ്മളെ എന്താ പറയാ വത്തക്ക ഉണ്ടല്ലോ, വാട്ടർമെലൻ, വത്തക്ക കഴിച്ചു കഴിഞ്ഞാൽ അവരതിന്റെ ആ തോലുണ്ടല്ലോ അത് കളയാനുള്ളതാണ്. അപ്പൊ കളയുന്നതിന് മുന്നേ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങോട്ടുകൊണ്ടൊക്കെ പരസ്പരം എറിയാൻ ബോധ്യമുള്ളവരൊക്കെ പരസ്പരം ആ തോലായിട്ട് ചിലപ്പോൾ എറിയാറുണ്ടായിരുന്നു. അത് അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവുമായിരിക്കും. നമ്മൾ കാണാറോ അതായിട്ട് ഒളിച്ചിരുന്ന മണ്ടൊക്കെ എറിയലൊന്നും ആവില്ല. പക്ഷെ അത് തലയിൽ അല്പം വെക്കുക, അല്ലെങ്കിൽ അതല്ല യതബാദഹുനാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാൻ അല്ലെങ്കിൽ പരസ്പരം കൊടുക്കുന്ന കളി ഒരു തമാശ രൂപത്തിലൊക്കെ ഈ ഇതിന്റെ തോല് കൊണ്ട് അവർ കളിച്ചിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോ സീരിയസ് ആവുന്ന സമയത്ത് അവർ യുദ്ധം ചെയ്യാനും വാളെടുക്കാനും ഇവരൊക്കെ തന്നെ ഉള്ളത്. എന്നാലും വെറുതെ ഇരിക്കുന്ന സമയത്ത് നർമ്മത്തിലേക്കും അവരൊക്കെ പോയിരുന്നു എന്നാണ് അദബുൽ മുഫ്രദിൽ ഇമാം ബുഖാരി തങ്ങൾ പറയുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെ തമാശ അവർ പറഞ്ഞിരുന്നു എന്ന് ഇബ്നു സീരീനോട് ചോദിക്കപ്പെട്ടപ്പോ മാക്കാനും ഇല്ല കന്നാസ്, അവർ മറ്റു ജനങ്ങളൊക്കെ പോലെ തന്നെയല്ലേ, അവർക്കും ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടാവുന്ന കർമ്മങ്ങളൊക്കെ അവരുടെ ഇടയിലും ഉണ്ടായിട്ടുണ്ട് എന്ന് മഹാനായ ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് പറയുന്നു. അതേപോലെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനെ കുറിച്ച് അബൂ സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ ലം യകുന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹരിഫീന വലാ മുതമാവിതീന, അവർ പരസ്പരം അങ്ങനെ ഡെഡായി നടക്കുന്ന അല്ലെങ്കിൽ പരസ്പരം ഒരു ഉന്മേഷമില്ലാത്ത ആളുകളൊന്നും ആയിരുന്നില്ല. പക്ഷെ അവര് ബെയ്ത്ത് പാടിയിരുന്നു, അവര് ജാഹിലിയത്തിലെ ചില സംഭവങ്ങളൊക്കെ അവര് ചരിത്രങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ വളരെ എന്താ പറയാ വളരെ ആവേശം ജനിപ്പിക്കുന്ന സൗഹൃദങ്ങളായിരുന്നു അവർ പരസ്പരം ഉണ്ടായിരുന്നത് എന്ന് പറയാം. അവരൊരു ശരാശരി ചിത്രം പറഞ്ഞു മാത്രം. മഹാനായ അബൂ മൂസ അശ്അരി ഒരിക്കൽ, അത് നമ്മളൊക്കെ കാണുന്ന ഒരു രീതി തന്നെയാണ്, ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് അബൂ മൂസ അശ്അരി റളിയല്ലാഹു ഒരിക്കൽ കയറി. അപ്പൊ കയറിയപ്പോ മറ്റു സഹാബികളൊക്കെ പറഞ്ഞ് എന്തിനാണ് ഉമർ റളിയല്ലാഹു വിളിപ്പിച്ചിരിക്കണമെന്ന് അവരിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മളുണ്ടാവല്ലോ ചിലപ്പോ ഒരു ഉസ്താദോ ഒക്കെ ഒരു ശിഷ്യനെ വിളിപ്പിച്ചാലോ ബാക്കി ശിഷ്യന്മാരൊക്കെ എന്തിനാണാവോ, അപ്പൊ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് മുഖത്ത് ബേജാറുണ്ടെങ്കിൽ കാര്യമായിട്ട് എന്തോ പണി കിട്ടിയിട്ടുണ്ട് നമ്മൾ പറയല്ലോ. എന്നതുപോലെ ഒരു സംഭവം അബൂ മൂസ അശ്അരി റളിയല്ലാഹുവിന്റെ ജീവിതത്തിലും സംഭവിച്ചു. ഒരിക്കൽ ഉമർ റളിയല്ലാഹുവിനെ വിളിപ്പിച്ചു. അങ്ങനെ അബൂ മൂസ റളിയല്ലാഹു ചെന്നു. അങ്ങനെ ചെന്ന് ഉമർ റളിയല്ലാഹുവിനോട് എന്തോ സംഭവം പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് ഉമർ റളിയല്ലാഹു തിരിച്ചു പറഞ്ഞു, വല്ലാഹി ലതഅതിയന്നി അലാ ഹാദാ ബിബുർഹാനിൻ ഔ ബയ്യിനത്തിൻ ഔ ലാ അഫ്അലന്ന ബിക. നീ ഈ പറഞ്ഞതിന് എന്താ സംഭവം എന്ന് ഹദീസിൽ കാണുന്നില്ല, തുർമുദി റിവായത്തിന്റെ ഹദീസാണ്. നീ പറഞ്ഞ സംഭവത്തിന് നീ തെളിവ് ഹാജരാക്കുക തന്നെ വേണം, അല്ലെങ്കിൽ എനിക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് ഉമർ റളിയല്ലാഹു പറഞ്ഞപ്പോ ആ ബേജാറായിട്ട് മഹാനായ അബൂ മൂസ അശ്അരി പുറത്തു വരുന്നത് കണ്ടിട്ട് ഇവരൊക്കെ സഹാബത്തിൽ നിന്ന് ചിരിച്ചു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ അവരുടെ ഇടയിലും ഈ അബൂ മൂസക്ക് നല്ല പണി കിട്ടി എന്നുള്ള ആ ഒരു തമാശയിലുള്ള ചിരി, അതെന്തിനാണ് അവർ ചിരിച്ചത്? യുഖഫിഫു അൻഹുന, നമ്മളൊക്കെ ചിരിക്കുമ്പോൾ ഉണ്ടാവല്ലോ കൂടെ മറ്റുള്ളവരൊക്കെ ബേജാറാവുമ്പോ നമുക്കും ബേജാറ് വർദ്ധിക്കുകയും. അപ്പൊ ഇവരൊക്കെ പാടെ ചിരിച്ചപ്പോ മഹാനായ അബൂ മൂസ അശ്അരിക്ക് കുറച്ച് ആശ്വാസം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത് സ്വാഭാവികമായ അദ്ദേഹത്തിന്റെ ആ ടെൻഷൻ കുറക്കാൻ വേണ്ടി അവരൊക്കെ ചിരിച്ച് ആ സമയത്ത് സഹകരിച്ചു എന്ന് ഇമാം തുർമുദി റിവായത്ത് ചെയ്യാൻ. അപ്പൊ നമ്മളൊക്കെ അവരുടെ ജീവിതവുമായി അടുത്ത് ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അടുത്ത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളെയൊക്കെ പോലെ ചിരിക്കാനും തമാശ പറയാനും ഒക്കെ അവരും സമയം കണ്ടെത്തിയിരുന്നു. ഇതൊക്കെ അനുവദനീയമായ നമുക്ക് സ്വാഭാവികമായ ഒരു വ്യക്തി എന്നുള്ള ആൾക്ക് ഉണ്ടാകാവുന്ന തമാശയുടെ ഒരു രംഗങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ മുന്നിലാണ് നടക്കുന്നതെങ്കിൽ സഹാബികൾ പുറകിലുണ്ട്, നബി തങ്ങൾ തിരിഞ്ഞു നോക്കാറുണ്ടായിരുന്നില്ല എന്ന്. കാരണം അവരെന്തെങ്കിലും തമാശ ചിരിയ കളിയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു മുടക്കം വരണ്ടാച്ചിട്ട് നബി തങ്ങൾ തിരിഞ്ഞു നോക്കിയിരുന്നില്ല എന്നാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അഥവാ നബിയുടെ വസ്ത്രമോ അല്ലെങ്കിൽ തട്ടോ എവിടെയെങ്കിലും വേലിമേലോ എവിടെയെങ്കിലും കൊളത്തിയാല് അത് നബി ഒന്ന് അവിടെ നിൽക്കുമപ്പോ, എന്നിട്ട് സഹാബത്ത് അതുകൊണ്ട് നിർത്തി കൊടുക്കുള്ളൂ. എന്നല്ലാതെ അത് കുടുങ്ങിയ കാരണം കൊണ്ട് നബിന് തിരിഞ്ഞു നോക്കിയിട്ട് ഈ സഹാബത്തിന്റെ തമാശക്കോ ചിരിക്കോ കളിക്കൊന്നും ഞാൻ ഒരു ഗൗരവമായിട്ട് തീരണ്ടെന്ന് വിചാരിച്ച് നബി തങ്ങൾ തിരിയാറുണ്ടായിരുന്നില്ല. അമിനു ഇൽത്തിഫാത്തഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തബ്റാനി പറയാൻ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവര് തലയിൽ പക്ഷി ഇരിക്കുന്നത് പോലെയാണ് നബി തങ്ങളുടെ മുന്നിലിരിക്കുന്നത്. പക്ഷെ അതേസമയം നബിയുടെ അവസരം ഒക്കെ സ്വഭാവം അവർക്ക് അടുത്തറിയുന്നത് കൊണ്ട് തന്നെ നബി മുന്നിൽ നടക്കുമ്പോൾ പിന്നിലുള്ള ആളുകൾ പലപ്പോഴും ചില തമാശയും ചിരിയൊക്കെ ഒരാൾ ബഹുമാനം പോവാത്ത രീതിയിലുള്ള ചിരിയും കളിയൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് ആരാണ് പറയുന്നത്? മഹാനായ ജാബിർ റളിയല്ലാഹു റിവായത്ത് ചെയ്യാം. സഹാബികളുടെ ജീവിതം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സംഭവം ഞാൻ പറയുന്നത്. അതേപോലെ ഇനി വളരെ രസകരമായ രണ്ട് സംഭവങ്ങൾ പറയുന്നുണ്ട് സഹാബികളുടെ ജീവിതത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നാട്ടിലും കാണാം ഇങ്ങനത്തെ കുറെ ആൾക്കാർ, അതായത് വലിയ ആലിമീങ്ങൾ അല്ലെങ്കിൽ വലിയ നേതാക്കന്മാരായിട്ടൊക്കെ ചുറ്റിപ്പറ്റിയിട്ട് കുറച്ച് നമ്മൾ ചിലപ്പോൾ നോളാന്നൊക്കെ വിളിക്കും അങ്ങനത്തെ ആളെ, ഒരു കഥല്ലോ എനിക്ക് എന്തോ ആവാം എന്ന് പറയുന്ന രീതിയിൽ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ. അതേപോലത്തെ നമുക്ക് സഹാബത്തിന് അങ്ങനെ ഉപമിക്കല്ലോ കേട്ടോ, അത് മനസ്സിലാൻ വേണ്ടി ഇവിടുത്തെ ഒരു ഉദാഹരണം പറഞ്ഞാണ്. രണ്ട് തറജൻ ഒക്കെ നമുക്കറിയാം, ഞാൻ വാക്കുമ്പോൾ പിടിച്ചിട്ട് ആരെങ്കിലും ഉണ്ടാക്കിയത്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, അത് കാരണം ഞാൻ സംഭവം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാത്ത തമാശ പറഞ്ഞിരുന്ന ഒരാളാണ് ആര്? നുഅയ്മാൻ ഇബ്നു അംർ എന്ന് പറയുന്ന ആൾ. ഒരു സാധുവാണ്, കൽബിലൊന്നും ഇല്ലാത്തവരാണ് ഇസ്ലാമിൽ വേണ്ടത്. അത് വലിയൊരു കാര്യമാണ്. ഒരാള് സ്വർഗത്തു നിന്നുള്ള ആളെ നിങ്ങൾക്ക് കാണണോ നബി തങ്ങൾ ചോദിച്ചു, 3 ദിവസം ചോദിച്ചു സ്വർഗത്തു നിന്നുള്ള ഒരാളെ നിങ്ങൾക്ക് കാണണോ. എന്താ ആളെടുത്തുണ്ടായിരുന്നത്? നമുക്ക് വിശദമായിട്ട് നമ്മൾ കേട്ട ഹദീസാണ് പലയിടത്തും. ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും ഉറങ്ങണ പോലെ മൂപ്പര് ഉറങ്ങുന്നു. ഉറക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്തെങ്കിലുമൊക്കെ ചില തിരിഞ്ഞെടുക്കുമ്പോൾ ദിക്ർ എന്തെങ്കിലും ചെല്ലുന്നു. രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുക അല്ലെങ്കിൽ രാത്രി ജനാബിനെ സ്വതക്ക ചെയ്യുക ഒന്നുമല്ല. നമ്മളൊക്കെ പോലെ ജീവിച്ച് 3 ദിവസം നിന്നിട്ടും പ്രത്യേകമായി ഒന്നും കണ്ടില്ല. അപ്പൊ എന്താണ്? അപ്പൊ കൂടെ നിന്ന് സഹാബി ചോദിച്ചു, നിങ്ങളെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു 3 ദിവസം സ്വർഗത്തു നിന്നുള്ള ഒരാളെ നിങ്ങൾക്ക് കാണാന്ന് വെച്ചിട്ട് 3 ദിവസം പറഞ്ഞപ്പോൾ വന്നത് നിങ്ങളാണ്. നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളെ കുറിച്ച് ഇത് പറഞ്ഞിട്ടുണ്ടാവാന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? എനിക്ക് ആരോടും ഒരു വെറുപ്പോ വിദ്വേഷമോ ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിക്കുന്നില്ല. ചിലപ്പോ അതുകൊണ്ട് ചെയ്ക്കാരെന്ന് ഒന്നാലോചിച്ച് നോക്കി. മനസ്സിലൊന്നും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഒരാൾ ഉയർന്നാലും താന്നാലും അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും നന്മ വന്നാലും അയാളുടെ മക്കൾ ഉഷാറ്, നമുക്കൊന്നുമില്ല, ഞാൻ എന്റെ ലോകം എന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് മനസ്സിൽ ഒരാളോടും ഒന്നും ഇല്ലാതെ ജീവിക്കുക, അതാണ് വേണ്ടത്. അപ്പൊ അതുപോലുള്ള ആളുകളാണ് ഈ നുഅയ്മാൻ ഇബ്നു അംറിനെ പോലുള്ള മഹാന്മാരായ സഹാബികളൊക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ് എന്തെന്ന് വെച്ചാല്, മദീനയില്
വല്ല പുതിയ സാധനങ്ങളോ വല്ല ഫ്രൂട്ട്സോ ഒക്കെ ആരെങ്കിലും കൊടുന്നാല് ഇദ്ദേഹം എന്ത് ചെയ്യും, അതിൽ നിന്ന് വാങ്ങിക്കും ചെയ്യും, എന്നിട്ട് കുറച്ച് കഴിക്കും ചെയ്യും. ബാക്കിയുള്ളത് അതിനൊരു ഭാഗം എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദ്ദേഹം കൊടുക്കും ചെയ്യും. അങ്ങനെ ഇദ്ദേഹം അതിൽ നിന്ന് മേടിക്കും, ഞാൻ കുറച്ച് വേണമെന്നൊക്കെ പറയും, വാങ്ങിക്കുന്നിട്ട് തിന്ന് ബാക്കി നബിക്ക് കൊണ്ടുകൊടുക്കാൻ പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ മൂപ്പർ തന്നെ കൊണ്ടുകൊടുക്കും. അങ്ങനെ ഈ കച്ചവടക്കാരൻ ഇദ്ദേഹത്തോട് പൈസ ചോദിച്ചാല് ആ പൈസ ഞാൻ തരാജിന് വാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് പറയും, ഈ ചങ്ങായിക്ക് നബി ഞങ്ങൾ പൈസ കൊടുക്കുന്നത്. ആര് മേടിച്ചതാരാണ്? ഇയാൾ തന്നെയാണ്. തിന്നത് കുറച്ച് ഇയാൾ തന്നെയാണ്. ബാക്കി തന്നെ ആർക്ക് കൊടുത്തിട്ടുള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും, പൈസ അയാൾ ചോദിക്കുമ്പോൾ പറയാണ്, ആ പൈസന്റെ ആളെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് നേരെ നബിയുടെ അടുത്തുണ്ടായിട്ട് പറയും, അത്തിഹാദ സമന മത്താഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നിങ്ങൾ പൈസ കൊടുക്കുന്ന നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കും, അവലം തുഹദിഹിലി, എനിക്ക് ഹദിയ തന്നതല്ലേ നുഅയ്മാനെ ചോദിക്കും. അതെ, ഞാൻ ഹദിയ തന്നെയാണ്. വലാകിൻ വല്ലാഹി ലൈസ ഇൻദി സമനു, നബി എന്റെ അടുത്ത് എന്റെ കാര്യമൊന്നുമില്ല കേട്ടോ. പക്ഷെ പിന്നെ എന്തിനാ അത് നബിക്ക് കൊടുത്തത്? വലഖദ് അഹ്ബബ്തു അൻ തഅകുലഹു, അവിടെയാണ് അതിന്റെ കാര്യം. നബി നിങ്ങളിത് തിന്നണം, ഇവിടെ എന്ത് നല്ലത് വന്നാലും നിങ്ങളാണല്ലേ ആദ്യം തിന്നേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പറഞ്ഞത്, കാര്യം ഉണ്ടായിട്ടൊന്നല്ല. ഫയൽഹഖു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കും. വയഅ്മുറു ലി സാഹിബിഹി ബിസ്സമൻ, അങ്ങനെ ആ കച്ചവടം ആരുടെ സാധനമാണെന്ന് വെച്ചാൽ അയാൾക്ക് പൈസ കൊടുക്കാൻ നബി തങ്ങൾ കൽപ്പിക്കുകയും ചെയ്യും. ചിലപ്പോൾ നബി തങ്ങൾ വീട്ടിൽ നിന്ന് കൊടുക്കാൻ പറയും. സുബ്ഹാനല്ലാഹ്, നബി തങ്ങളുടെ ആ ഒരു വിനയം അത് അതേ രീതിയിൽ അതേ ടമ്പറിൽ ഉൾക്കൊള്ളാനോ അതിന് വേറെ രീതിയിൽ മാറ്റിയിട്ട് ഇങ്ങനെ ആളെ സ്വീപ്പാക്കല്ലേ, എന്റെ അടുത്ത് പൈസ ഉണ്ടെന്ന് എനിക്ക് എന്താ അങ്ങനൊന്നുമല്ലല്ലോ. അതാ പറഞ്ഞ അതേ ടമ്പറിൽ അതേ ഊഷ്മാവിൽ നബി തങ്ങൾ കേൾക്കുകയും അതിൽ അതേ രീതിയിൽ അദ്ദേഹത്തിന് സന്തോഷമുള്ള ആ രീതിയിൽ അതിന്റെ കാശ് നബി തങ്ങൾ കൊടുക്കും. ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം ആരെടുത്തിരുന്നു? നുഅയ്മാൻ ഇബ്നു അംർ എന്ന് പറയുന്ന സഹാബി എടുത്തിരുന്നു. ഇദ്ദേഹത്തെ കുറിച്ച് വളരെ കൗതുകകരമായ മറ്റൊരു കഥയും കൂടി ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഇദ്ദേഹം, ഈ നുഅയ്മാൻ എന്ന് പറയുന്ന സഹാബി അറാബിയൻ മഹാനവറുകളെ എന്ത് ചെയ്തു? ഇദ്ദേഹം ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ പരിസരത്തുണ്ട്. അപ്പൊ ആ സമയത്ത് ഒരു അറാബിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിനകത്ത് കയറി. അങ്ങനെ കയറുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ഒട്ടകത്തെ നബിയുടെ വീടിന്റെ പുറത്ത് കെട്ടിയിട്ടിട്ടാണ് അദ്ദേഹം അകത്ത് കയറിയത്. അങ്ങനെ ഒട്ടകത്തെ അപ്പൊ അങ്ങനെ നുഅയ്മാനും സുഹൃത്തുക്കളും കൂടി റളിയല്ലാഹു അൻഹും, നുഅയ്മാൻ റളിയല്ലാഹു അൻഹു സുഹൃത്തുക്കളും കൂടി ഇങ്ങനെ വന്നു നോക്കുമ്പോൾ നബിയുടെ വീടിന്റെ പുറത്ത് എന്തുണ്ട്? നല്ല ഉഷാറുള്ള തടിച്ചു കൊടുത്തൊരു ഒട്ടകം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ഒട്ടകത്തെ കണ്ടപ്പോ, കേൾക്കുന്നില്ലേ? ക്വസ്റ്റ്യൻ മാർക്കൊക്കെ വരുന്നു. ഓക്കെ, ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോ ഇത് കണ്ടപ്പോ പിന്നെ നുഅയ്മാനോട് ആര് പറഞ്ഞു? കൂടുള്ളവര് പറഞ്ഞു, നല്ല ഒന്നാം നമ്പർ ഒട്ടകട്ട, അർത്ഥം ഉണ്ടെങ്കിലേ എന്നെ കണ്ട് കറി വെച്ചാല് എന്ന് പറഞ്ഞിട്ട് ആ ഒട്ടകത്തിന്റെ ഇറച്ചിന്റെ പോരിശ കണ്ട് പറഞ്ഞിട്ട് മൂപ്പരെ പൂതിയാക്കി. നുഅയ്മാൻ അല്ല ആള്. ഫഖാമ നുഅയ്മാൻ വഅഖറന്നാഖ. അങ്ങനെ നുഅയ്മാൻ എന്ന ഈ സഹാബി ചെന്നു ഈ ഒട്ടകത്തെ അറുത്തു. അങ്ങനെ അറുത്തിട്ട് ഫഖറജൽ അഅറാബി മിൻ ഇൻദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വവജദ നാഖതഹു തുസ്ലഹ്. അങ്ങനെ അഅറാബി നബിയോട് കാര്യമൊക്കെ പറഞ്ഞ് സലാമൊക്കെ പറഞ്ഞ് പുറത്തു വന്ന് നോക്കുമ്പോ അദ്ദേഹത്തിന്റെ ഒട്ടകം എന്താണ്? അവിടെ തോല് വിളിക്കണാണ് മൂപ്പര് കാണുന്നത്. അതിന് തുസ്ലഹ്, അതിന്റെ ഇതിപ്പോ തോല് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അങ്ങനെ നുഅയ്മാനാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാവർക്കും ആർക്കും ഇറച്ചി കിട്ടാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് നുഅയ്മാൻ യതവല്ല തൗസിഅ ലഹ്മിഹ, അത് ഓഹരി വെക്കുന്ന പണിയിലാണ് ആര്? നുഅയ്മാൻ. ഇതിന് കണ്ടപ്പോ അഅറാബി, യാ മുഹമ്മദ് വാ അഖറ വാ നഖത, ഏ മുഹമ്മദേ ഇവിടെ അറവിന്റെ ഒട്ടകമൊക്കെ പിടുത്തം വിട്ടുകണെന്ന് പറഞ്ഞിട്ട് ആകെ ബഹളം വെച്ചു. വാ അഖറ വാ നഖത എന്ന് പറഞ്ഞ് ആര്? അഅറാബി ആകെ ബഹളം വെച്ചു. ഈ ഒച്ചട്ടതോടുകൂടി ആരോടി? നുഅയ്മാൻ അവിടുന്ന് ഓടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖറജ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാൽ മൻ ഫഅല ഹാദാ, ഇത് ആര് ചെയ്തു എന്ന് ചോദിച്ചു. ഫഖാലു, എല്ലാരും പറഞ്ഞു നമ്മൾ നുഅയ്മാനാണ് ആള് പറഞ്ഞു. ഫഅത്ബഅഹു യസ്അലൻ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇവൻ എവിടെയെന്ന് അന്വേഷിക്കാൻ വേണ്ടി മഹാനായ നുഅയ്മാൻ റളിയല്ലാഹു അൻഹു അന്വേഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. അങ്ങനെ ഹത്ത വജദഹു ഖദ് ദഖല ദാറ ലബാ ബിൻത് സുബൈർ ഇബ്നു അബ്ദുൽ മുത്തലിബ്. അങ്ങനെ ലബാ എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടില്, അവിടെ പെട്ടെന്ന് അടുത്തുള്ള വീടായിരിക്കാം, അവിടെ തഹ്ത സർബിതൻ, അവിടെ ഒരു സ്ഥലത്ത് മണ്ണിന്റെ ഒരു ചുമരിന്റെ ഭാഗത്ത് മൂപ്പര് ഒളിച്ചിരിക്കുകയാണ്. മുകളില് ഒരു മട്ടലൊക്കെ പിടിച്ചിട്ട് ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും പറഞ്ഞു ആയിരിക്കണം നുഅയ്മാൻ. ഫഅശാറ ബഅദുഹും, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. ഫഅശാറ ബഅദുഹും ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകാനഹു ഫഅമറ ബിഇഖ്റാജി. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞു അവരോട് വരാൻ പറയുന്നു. ഫഖാല ലഹു, അങ്ങനെ മൂപ്പര് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ ഹമലക അലാ മാ സനഅത്, എന്ത് പണിജി കാട്ടിയത്, എനിക്ക് എന്തെങ്ങനെ കാട്ടാൻ തോന്നിയത് എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ഫഖാൽ, അപ്പൊ മൂപ്പര് പറഞ്ഞ മറുപടി, നിങ്ങൾക്ക് ഇന്നെ കാണിച്ചെന്നില്ലേ,
ഓലെന്നാണ് എന്നോട് പറഞ്ഞത്, അല്ലദീന ദല്ലൂക അലയ്യ യാ റസൂലല്ലാഹ്, എന്നെ കാട്ടി തന്ന എന്നെ പിടിപ്പിച്ചില്ലേ, ഇവരാണിത് ചെയ്തതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പിടിച്ചെന്ന ഓലാണ് പറഞ്ഞത് ഈ ഇറച്ചി ഭയങ്കരാണെന്ന് പറഞ്ഞിട്ട് അർത്ഥ ഉഷാറാണെന്നൊക്കെ പറഞ്ഞത് ആരാണ്? ഇവരാണ്. അപ്പൊ അതുകൊണ്ട് ഇവരാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞപ്പോ ഫളഹക്കൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഒരു കഥയെന്ന് പറയില്ലേ, ആ വാക്ക് നബി പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അത് കേട്ടപ്പോ ഇയാൾ അത്രയും നിഷ്കളങ്കനാണ്, അത്രയും നിഷ്കളങ്കനാണ്. ആ നിഷ്കളങ്കത കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചിരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ മുഖത്തുനിന്ന് ആ മണ്ണൊക്കെ തട്ടിക്കൊടുത്തിട്ട് എന്ത് ചെയ്തു, അറാബി വിടുവോ? അപ്പൊ അറാബിക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. അങ്ങനെ അറാബിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതിന്റെ നഷ്ടപരിഹാരം തരാന്നൊക്കെ നബി തങ്ങൾ ഏറ്റു എന്ന്. അപ്പൊ അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഇടപഴകി ജീവിച്ച നബി തിരിച്ചങ്ങോട്ടും അതേ ഊഷ്മളതയിലും അതേ വികാരവായ്പോടും കൂടി തിരിച്ചു പെരുമാറുന്ന ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലായി, ഇപ്പൊ പറഞ്ഞ തമാശകളിലൊന്നും ഒരു ഉണ്ടാക്കി പറയേണ്ട ഒരു സംഭവം വരുന്നില്ല, അല്ലെങ്കിൽ ഒരു കള്ളം പറയുന്ന വിഷയം വരുന്നില്ല, ഒരാളെ ആക്ഷേപിക്കുന്ന വരുന്നില്ല, ഒരാളെ ന്യൂനതമ കയറിയിട്ട് കയറിന്നിട്ട് നമുക്ക് തമാശ പറയേണ്ട ഒരു ഗതികേട് വരുന്നില്ല. ഇവിടെയൊക്കെ വളരെ പച്ചയായ ജീവിതത്തിന്റെ ചില കൗതുകകരമായ രംഗങ്ങളാണ്. ആ കൗതുകത്തിനെ തമാശ എന്ന് പറയുന്നുള്ളൂ. ആ കൗതുകത്തിനാണ് തമാശ എന്ന് പറയുന്നത്. അല്ലാതെ ചിരിപ്പിക്കാൻ പറയുന്നതിനാണ് തമാശ എന്ന് പറയുന്നതാണെങ്കിൽ അത് തെറ്റാണ്. സംഭവങ്ങളാവാം, ചില പെരുമാറ്റങ്ങളാവാം. അപ്പൊ അതൊക്കെ ചിരിക്ക് വക നൽകുന്ന സംഭവങ്ങൾ എന്ന് തമാശക്ക് നമ്മൾ അർത്ഥം കൽപ്പിക്കേണ്ടതുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതേ രീതിയിലാണ് കുടുംബത്തിലും പെരുമാറേണ്ടതെന്ന് പറഞ്ഞു. ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ വീട്ടുകാരുമായി നന്നായി പെരുമാറുന്നവനാണ്. വഅന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എന്റെ വീട്ടുകാരുമായി ഏറ്റവും നന്നായി പെരുമാറുന്നവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നിങ്ങൾ വീട്ടുകാരുമായി ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുമായി മത്സരിച്ച സംഭവം നമ്മൾ എല്ലാ വാതിലും കേട്ട് നമുക്കൊക്കെ കാണാപ്പാടാണ്. ഒരിക്കൽ ആയിഷ ബീവി നബി തങ്ങൾ ഓടിയപ്പോ ആര് ജയിച്ചു? ആയിഷ ബീവി ജയിച്ചു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലിതുണ്ട്. അങ്ങനെ വേറൊരിക്കൽ കാലം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു നമുക്കൊന്ന് ഓടി നോക്കാന്ന് പറഞ്ഞപ്പോ അന്ന് ജയിച്ചത് ആരാണ്? മഹാനാ റസൂലുള്ളാഹി അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ ഒപ്പായില്ലേ, അന്ന് ജയിച്ചില്ലേ, ഇപ്പൊ ഞാൻ ജയിച്ചു, ഇപ്പൊ രണ്ടും സമായില്ലേ എന്ന് ഹാദിഹി ബിതിൽക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ ആ ജീവിതം വീട്ടുകാരുമായിട്ട് ഭാര്യയുമായിട്ട് അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ തന്നെ ആയിഷ ബീവിയും സൗദാ ബീവിയും തമ്മിൽ ആയിഷ ബീവി ഒരിക്കൽ സൗദാ ബീവി നബി തങ്ങൾ വീട്ടിലുള്ള സമയത്ത് ഭക്ഷണം ഉണ്ടാക്കി. അങ്ങനെ ഭക്ഷണം കൊടുത്തപ്പോ സൗദാ ബീവി പറഞ്ഞു ഇപ്പൊ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു പറ്റൂല, ഞങ്ങൾ തിന്നുന്നെ വേണം, തിന്നില്ലെങ്കിൽ ഞങ്ങൾ മുഖത്ത് വെച്ച് തേക്കുന്ന പറഞ്ഞു. ഹദീസിലുള്ളതാണ്. അബൂ യഅല ബിസ്നാദിൻ ജയ്യിദ് റിവായത്ത് ചെയ്ത സംഭവമാണ്. മുഖത്ത് വെച്ച് തേക്കുന്ന പറഞ്ഞു. അതൊരു സൗഹൃദപരമായ ഒരു ഭാഷയിൽ പറഞ്ഞു. അപ്പൊ പറഞ്ഞു എനിക്കത് വേണ്ടായിട്ടാണ്, ഞാനത് തിന്നാൻ പോണില്ല എന്ന് പറഞ്ഞു. അപ്പോ ആയിഷ ബീവി പറയാണ് ഞാൻ എന്റെ കൈ തളികയിൽ വെച്ചിട്ട് കുറച്ചെന്റെ കൈമേലാക്കിയിട്ട് സൗദാബിയുടെ മുഖത്ത് ഞാൻ തേച്ചു. റസൂലുള്ളാഹി ജാലിസുൻ ബൈനി വ ബൈനഹ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവർ രണ്ടാളുടെ ഇടയിൽ ആരിയിരിക്കുന്നത്? നബി തങ്ങൾ ഇരിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ആയിഷ ബീവി തേച്ചപ്പോ പിന്നെ തിരിച്ചു കാട്ടാനുള്ള അധികാരം ആയിരിക്കുന്നുണ്ട്? സൗദാ ബീവിക്കുണ്ട്. അപ്പൊ നബി തങ്ങൾ അല്പം സൗകര്യം ചെയ്തു കൊടുത്തിട്ട് അങ്ങനെ സൗദാ ബീവി ഇതേപോലെ പാത്രത്തിൽ തൊട്ട് അല്പം ആരുടെ മുഖത്തും തേച്ചു കൊടുത്തു, ആയിഷ ബീവിന്റെ മുഖത്തും തേച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഹക്, ഇത് കണ്ടിട്ട് നബി തങ്ങൾ ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോ ഇങ്ങനെയുള്ള നർമ്മങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത്രയും സൗഹൃദത്തോടുകൂടി അതിനൊക്കെ പറ്റുന്ന ഒരു ഭർത്താവായതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നത്. മാത്രമല്ല അതൊരു കുറ്റകരമായ രീതിയിലേക്ക് ഭക്ഷണം നശിപ്പിക്കുന്ന രീതിയിലേക്കോ മറ്റൊന്നും പോകുന്നില്ല. ആ രീതിയിൽ ഒരു പരിധിയിൽ ഒതുങ്ങിക്കൊണ്ടുള്ള തമാശകൾക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അനുമതി നൽകിയിരുന്നു. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം നബി തങ്ങള് വീട്ടില് വകവെച്ചു കൊടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്നത്തെ രീതിയിൽ നമ്മൾ വ്യാപിച്ചിട്ടുള്ള ഈ നർമ്മം അല്ലെങ്കിൽ കോമഡി എന്ന അർത്ഥത്തിലൊക്കെ വരുന്നത് വലിയൊരു ശതമാനം അവരനെ പരിഹസിക്കുന്ന, അവരന്റെ ന്യൂനതകളെ ഉയർത്തിക്കാട്ടുന്ന, ആളെ തിരിയാത്ത രീതിയിൽ മറ്റുള്ളവന്റെ ന്യൂനതകളെ സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുന്ന ഈ തമാശകളൊന്നും ഇസ്ലാമികമായ സംസ്കാരവുമായി പുലബന്ധം പോലുമില്ല. മാത്രമല്ല അതിൽ പലതും കുറ്റകരമാണ്, പേടിപ്പിക്കുന്നത് കുറ്റകരമാണ്, ഇല്ലാത്ത കളവ് പറഞ്ഞുകൊണ്ടുള്ളത് കുറ്റകരമാണ്, മറ്റുള്ളവന്റെ അഭിമാനത്തിന് ക്ഷതം വരുന്നത് കുറ്റകരമാണ്. ഇസ്ലാമിന്റെ മൂല്യങ്ങൾ, ഇസ്ലാം ബഹുമാനിച്ച കാര്യങ്ങൾ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ, ഇസ്ലാമിലെ മലക്കുകൾ അല്ലെങ്കിൽ ഇസ്ലാമികമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട നർമ്മങ്ങളൊന്നും ഒരു നിലക്കും അള്ളാഹുവിന്റെ ദീൻ അംഗീകരിക്കുന്നില്ല. അതുപോലെ ആയുധങ്ങളുമായി ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റുള്ളവനെ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തമാശകളൊന്നും
അള്ളാഹുവിന്റെ ദീൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മാത്രമല്ല അതൊക്കെ വളരെ കുറ്റകരമായ കർമ്മമായിട്ടാണ് അല്ലെങ്കിൽ തമാശയായിട്ടാണ് അള്ളാഹുവിന്റെ ദീൻ പരിചയപ്പെടുത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ പക്വതയും തന്റെ ഇടവും വിവേകവും ഒക്കെ നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഉൾക്കൊള്ളാനും നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ പകർത്താനും സർവശക്തനായ റബ്ബ് നമുക്കേവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. എല്ലാ അബദ്ധവും മറ്റൊക്കെ എന്റെ സംസാരത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി ക്ഷമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മുടെ ഭാര്യ മക്കള് അതുപോലെ മാതാപിതാക്കള് നമ്മുടെ സ്നേഹിച്ച നമ്മുടെ സഹോദരന്മാർ നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ആളുകള് നമുക്ക് ഭക്ഷണം നൽകിയ ആളുകൾ ഇങ്ങനെ നമ്മുമായി ബന്ധപ്പെട്ട ആരൊക്കെ ഉണ്ട് അവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ പരലോക ജീവിതം അല്ലാഹു ഖൈറാക്കി കൊടുക്കട്ടെ. അല്ലാഹു നമ്മുടെയൊക്കെ പരലോക ജീവിതം ഖൈറാക്കി തരട്ടെ. അല്ലാഹു അതുപോലെ പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കട്ടെ. രോഗം കൊണ്ടും മറ്റൊക്കെ കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കട്ടെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് പ്രയാസപ്പെടുന്ന ആളുകളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ആളുകളുടെ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ ഒക്കെ പ്രയാസങ്ങളെ നീ ദൂരീകരിക്കണേ റഹ്മാനെ.